السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ മഹല്ലിൻ്റെ കാര്യദർശി മുഹമ്മദ് സർവേ ഹാജി അവർകളെ, അതേപോലെ തന്നെ ഈ മഹത്തായ പള്ളിയുടെ ജനറൽ സെക്രട്ടറി ഖാലിദ് ബാപ്പാലിപ്പനം അവർകളെ, അതേപോലെ തന്നെ ഈ മഹല്ലിൻ്റെ ട്രഷറർ ഹനീഫ കോട്ട അവർകളെ, അതേപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൽ ആശംസ അറിയിച്ച ഇർഷാദ് ഫാദിലി അൽ അഫ്ദലി മാനന്തവാടി ഉസ്താദ് അവർകൾ, അബ്ദുള്ള ഹനീഫി മുന്നൂർ, അബ്ദുൽ ഹമീദ് സഖാഫി ആവള, അബ്ദുൽ അസീസ് ഹിമമി സഖാഫി, അബൂബത്തുൽ അസ്ഹരി തുടങ്ങിയ ഈ വേദിയിൽ ഇരിക്കുന്ന സ്നേഹനിധികളായ ഉസ്താദന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലെ പൗരപ്രമുഖരായ ഉമറാക്കളെ, ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്ന സർവ്വ അപരാധങ്ങളും പൊറുത്ത് വർത്തമാനവും ഭാവിയും സുന്ദരവും സ്നേഹം നിറഞ്ഞതുമായ രീതിയിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം നിറഞ്ഞ ആനന്ദതുന്ദിലമായ അസുലഭ സുന്ദര മുഹൂർത്തത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മാസങ്ങളുടെ പ്രയത്നത്തിൻ്റെ, ആഴ്ചകളിലൂടെ വേദനയുടെ യാതനയുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം 41 വർഷമായി ഇവിടെ വന്നിരുന്ന് ഈ മജ്ലിസിലിരിക്കുന്ന വാപ്പമാരുള്ള ഈ സദസ്സ്, 41 വർഷത്തിൽ ഒരുപക്ഷെ കുറഞ്ഞതു മാത്രം സലാത്തുകൾ ഒഴിവാക്കിയ വാപ്പമാരുള്ള സദസ്സ്, ജീവിതത്തിൻ്റെ അറിഞ്ഞ കാലം മുതൽക്ക് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ കുഞ്ഞിളം പ്രായം, അറിവിൻ്റെ പ്രായം കഴിഞ്ഞത് മുതൽക്ക് ഒരു സലാത്തും ഒഴിവാക്കാത്ത പള്ളിയിൽ വന്ന് സലാത്ത് പറഞ്ഞ വാപ്പമാരുള്ള സദസ്സ്, പിഞ്ചു മക്കളുള്ള സദസ്സ്. ഈ വർഷം ഇവിടെ ചാർജ് ഏറ്റെടുത്തപ്പോൾ എത്രയോ ആളുകളെ ഈ മജ്ലിസിൽ കണ്ടിട്ടുണ്ടോ? എല്ലാ ആഴ്ചകളിലും ഒരുപാട് ആളുകളെ വളരെ സുന്ദരമായി കണ്ണിലൂടെ വീക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഈ സലാത്ത് മജ്ലിസിന്റെ സുന്ദരമാകുന്ന വാർഷികത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വലിയ പുണ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം സലാത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അത് വിശാലമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചക അനുരാഗത്തിന്റെ, പ്രവാചക സ്നേഹത്തിന്റെ, പ്രവാചക ഭാജനത്തിന്റെ ഒരു വലിയ അടയാളമായി, ഒരു വലിയ ഓർമ്മപ്പെടുത്തലുകളായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നമുക്ക് ആരംഭിക്കാൻ തുടങ്ങി. പതാക ഉയർത്തലോട് കൂടി നമ്മുടെ പരിപാടി ആരംഭിച്ചു. വളരെ ആത്മീയമായി കക്കിടിപ്പുറം മൗലിദ് നടന്നു, കുത്തുബിയത്ത് നടന്നു, ബദർ മൗലിദ് നടന്നു. 3 ദിവസം 2 ദിവസം സാരസമ്പൂർണമായ പ്രഭാഷണം നടന്നു. ഇന്ന് സമാപന ദിവസത്തിലാണുള്ളത്. അതായത് ഒരു സാധനത്തിൻ്റെ, ഒരു വ്യക്തിത്വത്തിൻ്റെ, ഒരു വിഷയത്തിൻ്റെ വിജയം എന്നുള്ളത് അതിൻ്റെ അവസാനം കൃത്യമാവലാണ്. അൽഹംദുലില്ലാഹ്, അത് എല്ലാവരുടെയും മുഖത്തിലൂടെ കാണുന്നു. ഇന്ന് സലാത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് സയ്യിദ് അവർകൾ വരുവോളം കുറച്ച് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരന് SLC പരീക്ഷ പാസ്സാവാൻ വേണ്ടി, വിജയിക്കാൻ വേണ്ടി ഒരു കുട്ടി അൽഹംദുലില്ലാഹ് 500 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ആ കുട്ടിയെ നീ നല്ല മാർക്കോട് കൂടി നീ പാസ്സാക്കണേ അല്ലാഹ്. നല്ല മാർക്കോട് കൂടി ഉന്നത വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുർഅത്തുൽ ഫഹ്മും ബുദ്ധിശക്തിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെയും അല്ലാഹുവിൻ്റെ അടിമകളാണ്. നാമൊക്കെയും അല്ലാഹുവിൻ്റെ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ സുഖിച്ചും ഭുജിച്ചും ജീവിക്കുന്ന ആളുകളാണ്. പടച്ചറബ് നമുക്കേകി തന്ന അനുഗ്രഹത്തിന്റെ വിശാലമായ തലങ്ങളെ ഞാനും നിങ്ങളും ഒന്ന് കൃത്യമായി പഠിച്ചാൽ, ഒന്ന് കൃത്യമായി അന്വേഷിച്ചാൽ, ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് തന്ന അനുഗ്രഹം അത്രമേൽ വിശാലമാണ്. ഈ പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തെ നാം മനസ്സിലാക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ആ പടച്ച റബ്ബിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വസ്തു, ആ പടച്ച റബ്ബിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഒരു ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുമായി സംബന്ധിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം സമകാലിക സാഹചര്യം ഒരു വലിയ പ്രതിസന്ധിയുടെ, ഒരു വലിയ ദുരന്തത്തിൻ്റെ, ഒരു വലിയ ആശയക്കുഴപ്പത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്നുമല്ല വിഷയം. യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിമാണെന്നും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നനുസരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ്, അത് അനുസരിക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ അധംപതിച്ചു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ അള്ളാഹുവിനെ മറന്നവരായി, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തൃണവൽക്കരിച്ചവരായി മുസ്ലിം ഉമ്മത്ത് മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതാണ്. ഒന്ന്, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ആഭാസത്തിന്റെയും അശ്ലീലതയുടെയും മരുതായ്മയുടെയും വേണ്ടാത്തരത്തിന്റെയും എല്ലാ ഉപാസകരും ഇന്നായിരിക്കുന്നത് മുഹമ്മദ് എന്നോ അബ്ദുള്ള എന്നോ സിദ്ദീഖ് എന്നോ പേരുള്ളവരാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ പഠിക്കുവാനോ റസൂലിനെ ഉൾക്കൊള്ളുവാനോ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിയ സ്വഹാബത്തിനെ ഉൾക്കൊള്ളുവാനോ ഇന്നത്തെ ഉമ്മത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും അതിൽ തെറ്റുകാരനാണ്, നിങ്ങളും അതിൽ തെറ്റുകാരനാണ്. കേൾക്കുന്ന ആരൊക്കെയുണ്ടോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ വാപാലിപ്പനത്തെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ അങ്കണത്തിന്റെ വന്നിരുന്ന ഉമ്മമാരെ, നിങ്ങളും ഇതിൽ ഉത്തരവാദികളാണ്. എൻ്റെ പ്രിയമുള്ള വാപ്പമാരെ, നിങ്ങളും ഇതിൽ ഉത്തരവാദികളാണ്. എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങളും ഇതിൽ ഉത്തരവാദികളാണ്. മറ്റൊന്നുമല്ല, നമുക്ക് റസൂലിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനോ നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനോ അവനെ ആരാധിക്കുവാനോ എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാ, ഞാനും നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരാ, ഞാനും നിങ്ങളും സകാത്ത് കൊടുക്കുന്നവരാ, ഞാനും നിങ്ങളും സ്വതഖ നൽകുന്നവരാ, ഞാനും നിങ്ങളും ഹജ്ജ് പറ്റിയാൽ ചെയ്യുന്നവരാ, ഞാനും നിങ്ങളും ഇബാദത്തിന് സദാസമയവും വളരെ സന്തോഷത്തോടു കൂടെ ഇബാദത്തിന് വേണ്ടി ഇടപെടുന്നവരാ. അങ്ങനെ ഇടപെടുമ്പോഴും അതൊക്കെയും ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. അത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. നാം 5 വഖ്ത് നമസ്കരിക്കുന്നുണ്ട്, സുബ്ഹ് മുതൽ ഇശാ വരെ നിസ്കരിക്കുന്നവരാണ്, 2 റക്അത്ത് സുബ്ഹ് നിസ്കരിക്കുന്നവരാണ്. അസ്റിന് ബാങ്കുളി ശബ്ദം പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന് ആൻസർ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ്. ഞങ്ങൾ പോകുന്നത് ഒരു വ്യക്തിലാഭത്തിനല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങാനല്ല, ആരെങ്കിലുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തുക ഒപ്പിക്കാനല്ല. ഞങ്ങൾ പോകുന്നത് പടച്ച റബ്ബിനെ മനസ്സിലാക്കാനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. ഞാൻ സുജൂദ് ചെയ്യുന്നവർക്ക് മുന്നിലാണ്. അത് ഹു അല്ലാഹ്, ഏക ഇലാഹാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനാകുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതം എത്ര നശീകരണത്തിന്റെ വഴിയിലാണ്, എത്ര ആർഭാടത്തിന്റെ വഴിയിലാണ്, എത്ര ആഭാസത്തിന്റെ വഴിയിലാണ്, എത്ര അരുതായ്മയുടെ വഴിയിലാണ്, എത്ര വേണ്ടാത്തരത്തിന്റെ വഴിയിലാണ്. ആ വഴികളെ നാം ഒന്ന് പഠിക്കുമ്പോൾ, ആ വഴികളെ നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്ന് ഖുർആൻ പറയാൻ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ വപ്പ, ഈ മുറ്റത്തൊരുമിച്ച് കൂടിയ വപ്പ, ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, അവിടെ നിന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയാൻ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്. പെണ്ണും പിടിച്ച് ഭോഗിച്ചും, അതല്ലെങ്കിൽ അനാചാരത്തിന്റെ വഴിയിലും, അതല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ വഴിയിലും, അതല്ലെങ്കിൽ അവിഹിതത്തിന്റെ വഴിയിലുമായി നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്. അല്ലാഹുവിനെ മറക്കണ്ട എന്നല്ല, ചില ആളുകൾ കടന്നു പോയിട്ടുണ്ട്, അവർ അല്ലാഹുവിനെ മറന്നവരാണ്. അവരെങ്ങനെയാണ് അല്ലാഹുവിനെ മറന്നത്? അവർ ആർഭാടത്തിലൂടെ റബ്ബിനെ മറന്നവരാ, അവർ അഹങ്കാരത്തിലൂടെ റബ്ബിനെ മറന്നവരാ. അതിൽ ഫറോവ രൂപമയാ. അങ്ങനെ പലതരത്തിലുള്ള അഹങ്കാരത്തിന്റെ വഴിയിലൂടെ ജീവിച്ചവരാ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയാ, വലാ തകൂനൂ മനുഷ്യരെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ വാപ്പമാരെ, എൻ്റെ ദൂരെ ദിക്കിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്. അള്ളാഹുവിനെ മറന്നവരെ പോലെയായാൽ എന്താണാകുന്നത്? അപ്പോൾ അള്ളാഹുവിനെ മറക്കാൻ നമുക്ക് ചില വഴികൾ വരും. പടച്ച റബ്ബിൽ നിന്ന് ജീവിതത്തെ വഴിധരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട്, ഒരു 4 എണ്ണമുണ്ട്. ഒന്ന്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ. അനാവശ്യ കാര്യങ്ങൾ, എപ്പോഴും അനാവശ്യങ്ങൾ ജീവിതത്തിലൂടെ ചെയ്യുന്ന ആളുകൾ, ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും
ഒരു സംസാരിച്ചതിൽ 1 രൂപയുടെ ഉപകാരമോ 50 പൈസയുടെ ഫലമോ ഇല്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അതിനാവശ്യമാവാൻ കാര്യമുള്ളതിനപ്പുറം ആ മനുഷ്യന്റെ സംസാരം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഫിത്നയാണ്, സമൂഹത്തിൽ ഉണ്ടാകുന്നത് പ്രതിസന്ധിയാണ്, സമൂഹത്തിൽ ഉണ്ടാകുന്നത് വലിയ പ്രയാസമാണ്. അങ്ങനെ പ്രയാസമുണ്ടാകുമ്പോൾ ആ മനുഷ്യനവിടെ ആകുന്നത് അള്ളാഹുവിനെ മറന്നവനെ പോലെയാണ്. രണ്ടാമതായി പറയുന്നു, എപ്പോഴും വിനോദം തന്നെയാണ്, എപ്പോഴും എൻജോയ്മെന്റ് ആണ്, എപ്പോഴും എങ്ങനെ ഹാപ്പി ആകാം എന്നുള്ള ചിന്തയിലാണ്. ഏത് ഇടങ്ങളിലും, അത് വിദ്യാലയങ്ങളിലാകാം, അത് സ്കൂളുകളിലാകാം, അത് കോളേജുകളിലാകാം, അത് ഏതെങ്കിലും ഒരു കോളേജിന്റെ മൈതാനത്തിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിന്റെ ഏതെങ്കിലും ഒരു വരാന്തയിലാകാം. ആ വരാന്തയിലൊക്കെയും ആഘോഷമാണ്, എപ്പോഴും ആനുവൽ ഡേ ആണ്, എല്ലാ ദിവസവും പരിപാടിയാണ്. വാപ്പയ്ക്ക് സമയമില്ല, ഉമ്മയ്ക്ക് സമയമില്ല, മദ്രസയിലേക്ക് വരാൻ സമയമില്ല, അതിനപ്പുറം പള്ളിയിലേക്ക് വരാൻ സമയമില്ല. പള്ളിയുടെ പരിപാടി വരുമ്പോൾ അതിലൊക്കെ ഒന്നും സഹകരിക്കാൻ സമയമില്ല. ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു മകന്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ മറ്റൊക്കെയാണ്. എപ്പോഴും വിനോദം മാത്രമാണ്. ഞാനങ്ങനെ പോകണ്ട എന്നല്ല പറഞ്ഞത്. എപ്പോഴും വിനോദം, എപ്പോഴും ആഘോഷം, എപ്പോഴും അത്തരത്തിലുള്ള ജീവിതം, അതുണ്ടാക്കുന്നത് വലിയ അപകടമാണ്. അവിടെയാണ് അള്ളാഹുവിനെ മറന്നവരെ പോലെയാകുന്നത്. അതേപോലെ തന്നെ അമിതമായ ഭക്ഷണം, എപ്പോഴും ഭക്ഷണം കഴിക്കന്നെ, എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കന്നെ, അതും നമ്മുടെ മനസ്സിനെ പടച്ച റബ്ബിൽ നിന്ന് തെറ്റിക്കുമെന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. നാലാമതായി അമിതമായ ലൈംഗികതയോടുള്ള താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സലാമത്താക്കട്ടെ. അമിതമായ ലൈംഗികതയോടുള്ള താല്പര്യം അതുണ്ടാക്കുന്ന പ്രതിസന്ധി വലിയതാണ്. ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഏതായാലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുതേ. അങ്ങനെ അല്ലാഹുവിനെ മറന്നാൽ എന്താ ഉണ്ടാകുന്നത്? അത് ചെറിയ പ്രതിസന്ധിയല്ല ഉണ്ടാകുന്നത്, അത് ചെറിയ പ്രയാസമല്ല വരുത്തുന്നത്, അത് ചെറിയ ദുരന്തമല്ല ഉണ്ടാക്കുന്നത്, അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അവൻ സ്വയം അവനെ തന്നെ മറപ്പിക്കുന്നതാണ്, അവൻ അവനെ തന്നെ മറന്നവനാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. എൻ്റെ ദൂരദിക്കിലുള്ള ഏതെങ്കിലും ഒരു വാപ്പ, എൻ്റെ ദൂരദിക്കിലുള്ള ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു യുവാവുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇരുട്ടിൻ്റെ മറവിൽ ആരും അറിയാത്ത കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അരുതായ്മയുടെയോ ആഭാസത്തിൻ്റെയോ ചെറുലഞ്ചനയുടെ വഴിയിലൂടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മോനെ നീ ആലോചിക്കണം. പടച്ച റബ്ബ് നിന്നെ അങ്ങനെ മറപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. കള്ളു കുടിച്ചു ലക്ക് കെട്ട് എന്തും നടക്കുന്നൊരു സാഹചര്യത്തില് എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ള യുവാക്കളെ, ഇവിടെ നാം ആലോചിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാൻ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ, അവരാണ് അനാജർ, അവരാണ് തെമ്മാടികളെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനെ മറക്കുന്നത് എവിടെയാണ്? നാം സ്വന്തത്തെ മറക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് കള്ള് പിടിക്കാൻ പറ്റുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് കഞ്ചാവിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ വിതരണത്തിൻ്റെ തലവനാകാൻ പറ്റുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ പറ്റുക? അതൊക്കെയും അവൻ ചെയ്യുന്നത് അവൻ സ്വന്തത്തെ മറക്കുമ്പോഴാണ്. ഞാനൊന്ന് കള്ളു കുടിച്ചാൽ, ഞാനൊന്ന് കള്ളു രസിച്ചാൽ, അവിടെ നഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബമാണ്, അവിടെ ഇല്ലാതാകുന്നത് എൻ്റെ ഭാര്യയാണ്, അവിടെ നശിക്കുന്നത് എൻ്റെ ഉമ്മയാണ്, അവിടെ നശിക്കുന്നത് എൻ്റെ കുടുംബമാണ്, അവിടെ ഒന്നും ഇല്ലാതാകുന്നത് എൻ്റെ മക്കളാണ്. ആ ബോധം അവൻ ഇല്ലാതാകുന്നു, സ്വയം നഷ്ടപ്പെടുന്നു, സമൂഹത്തിൽ ആരുമല്ലാത്തവനാകുന്നു, സമൂഹം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഫഅൻസാഹും അൻഫുസഹും, അവൻ സ്വയത്തെ മറക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ മറക്കുന്നതൊന്നും നമുക്ക് ഭൂഷണമല്ല. അല്ലാഹുവിനെ മറക്കുന്ന മക്കളാണോ ഉള്ളത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിനെ മറന്നു കളയുന്ന മക്കളാണോ എനിക്കും നിങ്ങൾക്കുമുള്ളത്? അത് നമുക്ക് ഭൂഷണമല്ല. അള്ളാഹുവിനെ മറന്നു പോകുന്ന വിദ്യാഭ്യാസമാണോ നിന്റെ മകൾക്ക് നീ കൊടുത്തത്? അതും നിനക്ക് ഭൂഷണമല്ല. അള്ളാഹുവിനെ മറക്കുന്നതായ രീതിയിലുള്ള കാര്യങ്ങളാണോ വാപ്പാ നിന്റെ മകൾക്കോ മോനിക്കോ നീ കൊടുത്തിട്ടുള്ളത്? അതും നിനക്ക് ഭൂഷണമല്ല. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ വിശ്വാസത്തിന്റെ ആദർശ വിശുദ്ധിയിൽ ഉൾക്കൊണ്ട മനുഷ്യരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും. അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയാൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധ കളയാതിരിക്കട്ടെ, ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. എന്താണ് നിങ്ങളുടെ മുതലുകൾ? നിങ്ങൾക്ക് മുതലുകളുണ്ട്, ആ മുതൽ കൊണ്ട് പള്ളിക്കൊരു ഉറുപ്പയുടെ ഗുണമില്ല. നിങ്ങൾക്ക് വലിയ സ്വത്തുണ്ട്, അതുകൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങൾക്കൊരുപാട് സ്വത്തുകളുണ്ട്, അത് നീ വിനിയോഗിക്കുന്നത് അനാചാരത്തിന് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു കളിക്ക് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു ടൂർണമെന്റിന് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്ന വപ്പാ, അങ്ങനെ ചെയ്യുന്ന ഉപ്പാ, അങ്ങനെ ചെയ്യുന്ന യുവാവേ, അവിടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും, നിങ്ങളുടെ മുതൽ ശ്രദ്ധ ചരിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ മുതൽ അനാചാരത്തിലേക്ക് പോകാതിരിക്കട്ടെ, വലാ ഔലാദുക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കള് ആ മക്കളാവാതിരിക്കട്ടെ, തെറ്റാതിരിക്കട്ടെ. എന്തിനെ തൊട്ടും ദിക്റില്ല, ദൈവിക സ്മരണയെക്കുറിച്ച്, അല്ലാഹ് ഉണ്ട് എന്നുള്ള ചിന്തയെക്കുറിച്ച്. നിനക്കൊരു മോനുണ്ട്, നിനക്കൊരു മകളുണ്ട്, ആ മകളുണ്ടെന്ന് സങ്കല്പിക്കുക. മസലൻ അങ്ങനെ ഒന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചൊരു മോന്, അതല്ലെങ്കിൽ ഒരു മോള്, ഇവിടത്തെ കഥയല്ല ഞാൻ പറയുന്നത്, സാങ്കല്പികമായി വിചാരിക്കുക. ആ മോള് ഏതെങ്കിലും ഒരു കോളേജിൽ പോകുന്നുണ്ട്, മോളുടെ സ്ഥിതിഗതികളൊന്നും ആരും അന്വേഷിക്കുന്നില്ല. അവള് പോകുന്നത് രാവിലെ വണ്ടി കയറിയിട്ടാണ്, വൈകുന്നേരം തിരിച്ചു വരുന്നവരാണ്. അവൾ എവിടെയാണോ പോകുന്നത്, ഏത് കോളേജിലാണോ കയറുന്നത്, ആരോടൊപ്പമാണോ ചങ്ങാത്തം, ആരോടൊപ്പമാണോ കൂടുന്നത്, അതിലൊന്നും ചിന്തയില്ലാത്ത നടക്കുന്ന ഉമ്മ, അതിലൊന്നും ചിന്തയില്ലാത്ത നടക്കുന്ന വാപ്പ. അവിടുന്ന് ഖുർആൻ പറയാണ്, ആ മക്കളാണ് നിനക്ക് പ്രയാസമുണ്ടാകുന്ന മക്കള്. അവിടുന്ന് അല്ലാഹുവിന്റെ സ്മരണയെ തെറ്റിക്കുന്നവരവരാണ്. അവിടുന്ന് ഖുർആൻ വീണ്ടും പറയാണ്, ആരാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത്, ആരാണോ അങ്ങനെ ചെയ്യുന്നത്, അവർ നഷ്ടവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ലാഭം കൊയ്തവരല്ല, അവർ വിജയിച്ചവരല്ല, അവർ വിജയത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരല്ല, അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് താണവരാണ്, അവർ നഷ്ടപ്പെട്ടവരാണ്, അവരൊന്നും ലഭിക്കാത്തവരാണ്, അവർ സമൂഹത്തിന് വലിയ ദുരന്തമാണ്, അവർ സമൂഹത്തിന് വലിയ ദുരിതമാണ്, അവർ സമൂഹത്തിന് വലിയ ഒരു കഷ്ടമായി മാറുന്നൊരു കാലമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും വരുന്നത് എവിടെയാണ്? അള്ളാഹുവിനെ മറന്നു കളയുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ മറന്നു കളയുന്നതെല്ലാം ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. എൻ്റെ മക്കളാണ്, എൻ്റെ മോന് ഏതെങ്കിലും ഒരു കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവിഹിതത്തിൻ്റെ വാക്താക്കളായി മാറുമ്പോൾ അത് വാപ്പയ്ക്കൊരു കുസലല്ല, അത് ഉമ്മയ്ക്കൊരു കുസലല്ല, അത് ന്യൂ ജനറേഷൻ്റെ കാലമല്ലേ, ട്രെൻഡിനോട് ഓടുന്ന കാലമല്ലേ, അതിനെ ഉപദേശിക്കുന്നവനെ തന്ത വൈബെന്ന് ഓമന പേരിടുന്ന കാലമല്ലേ. ആ കാലഘട്ടത്തിൽ പടച്ച റബ്ബിനെ മറന്നു കളയുന്നവരാരാണ്? അവർ ഒരു വിശ്വാസിയല്ല, അവർ വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ഖുർആൻ അവിടെ അടയാളപ്പെടുത്താൻ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹുവിനെ നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ സൂറത്ത് ഫാത്തിഹ ഒരു മനുഷ്യൻ 17 പ്രാവശ്യം ഓതുന്നുണ്ട് നിർബന്ധമായും എല്ലാ ദിവസം. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ ദിവസവും നാം കേൾക്കുന്നതാണ്, നാം ഓതുന്നതാണ്. എന്താണ് പറയുന്നത്? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങാൻ, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ആരാണ് അല്ലാഹ്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന്
ഒറ്റക്കിരുന്നെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളാരുമില്ല, ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിലെന്ന് വിചാരിക്കുക. നിങ്ങളാരുമില്ലാത്തൊരു വഴിയോരങ്ങളിൽ, ആരും കാണാത്തൊരു വഴിയോരത്തെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചൊരു മനുഷ്യന് അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്, അവൻ അല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു പുരുഷനുണ്ടല്ലോ, ആ പുരുഷൻ ആരുമില്ലാത്ത വിജനതയുടെ വഴിയോരങ്ങളില്, ആരുമില്ലാത്ത രാത്രിയുടെ യാമങ്ങളില് അവനെങ്ങനെ അല്ലാഹുവിനെ ഓർക്കുമ്പോ, അവനെങ്ങനെ അല്ലാഹുവിനെ ഓർത്ത് അങ്ങനെ നിൽക്കുമ്പോ ഫഫാദത്ത് ഐനാ, അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം ഒഴുകണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെ നാം ഉൾക്കൊള്ളേണ്ടത്. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ആരാണ് അല്ലാഹുവെന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കും. എന്താണ് അല്ലാഹുവെന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളാം. ഒരിക്കൽ സൂഫി വര്യൽ പ്രമുഖനായ തത്വചിന്തകനായ മഹാനായ ആതിമുൽ അസം റളിയല്ലാഹു അൻഹു, ആതിമുൽ അസം എന്ന് പറയുന്ന വലിയ തത്വചിന്തകനാണ്, വലിയ ചിന്തകനാണ്, വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ തൻ്റെ കുടുംബക്കാരോടൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ കുടുംബക്കാരോടൊക്കെ ചർച്ച ചെയ്തപ്പോ ആ കാലം എന്നുള്ളത് വലിയ ക്ഷാമത്തിന്റെ കാലമായിരുന്നു, വെറുതെയുടെ കാലമായിരുന്നു, പട്ടിണിയുടെ കാലമായിരുന്നു. അങ്ങനെ അവിടെ ആ മനുഷ്യൻ എല്ലാ ആളുകളോടും അങ്ങ് ചോദിച്ചപ്പോ, അവിടെ നിന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യനോട് ആ പണ്ഡിതനോട് മക്കളൊക്കെ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പോയാൽ പറ്റൂല കേട്ടോ. ഇപ്പോഴെങ്ങാനും പോയാൽ, നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് ഹജ്ജിന് പോയാൽ ഞങ്ങൾ പട്ടിണിയാവല്ലോ. കഴിക്കാൻ ഒരു റൊട്ടി കഷ്ണം പോലും ഇല്ലാത്ത, കൊടുക്കാൻ കയ്യിലൊരു നാണയം പോലും ഇല്ലാത്ത നിങ്ങളെങ്ങാനും ഹജ്ജിന് പോയാൽ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക എന്നവിടെ നിന്ന് മക്കളൊക്കെ പറഞ്ഞപ്പോ ഹാത്തിമുൽ അസം വിടുന്നില്ല. അവിടെ നിന്ന് ഹാത്തിമുൽ അസം പറയാൻ, അവനിക്ക് പോകാതിരിക്കാൻ പറ്റൂല കേട്ടോ, എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല. കാരണം ഞാൻ കരുതിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചു പോയി എന്നവിടെ നിന്ന് ആതിമുൽ അസം തങ്ങൾ പറഞ്ഞപ്പോ അവിടെ നിന്നെല്ലാവരും വിഷമത്തിലായി. അപ്പോഴാണ് അവിടുത്തെ പിഞ്ചുമോള് വന്നുകൊണ്ട്, അവിടത്തെ കൊച്ചുകുട്ടി വന്നുകൊണ്ട് പറയാണ്, വാപ്പ പോയിക്കോട്ടെ ഉമ്മ, വാപ്പ പോയിക്കോട്ടെ ഇത്താത്ത, വാപ്പ പോയിക്കോട്ടെ എന്നവിടെ നിന്ന് പറയാൻ. എന്നിട്ട് ആ കുഞ്ഞ് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നഹു ലൈസ ബിറസ്സാ, അല്ല ഉമ്മ, ആ വാപ്പ പോയിക്കോട്ടെ ഉമ്മ, ആ വാപ്പ പോയിക്കോട്ടെ, പ്രശ്നമില്ല. വാപ്പയല്ലല്ലോ റസാഖ്, വാപ്പയല്ലല്ലോ ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ കഴിക്കാൻ ഭക്ഷണം തരുന്നത്, അത് പടച്ച റബ്ബാണല്ലോ, അത് അല്ലാഹു ആണല്ലോ, അത് അല്ലാഹു ആണെന്ന് ആ പിഞ്ചുമോൾ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വാപ്പയെ ഹജ്ജിനേക്കുകയാണ്. അങ്ങനെ ആതിമുൽ അസം തങ്ങൾ പോകുന്നു. ഹജ്ജിനങ്ങനെ പോയപ്പോ അവിടെ നദാ ക്ഷാമത്തിന്റെ കാലം വന്നു. കഴിക്കാൻ ഒരു റൊട്ടി പോലുമില്ല, കഴിക്കാൻ ഒരു സാധനം പോലുമില്ല, വാങ്ങാൻ ഒരു തരത്തിലുള്ള നാണയവും ഇല്ലാത്ത വല്ലാത്ത വിഷമത്തിലാകുമ്പോ അവിടെ നിന്ന് ഉമ്മ മകളോട് ചോദിച്ചു, ആ പിഞ്ചുമോളോട്, നീയല്ല പറഞ്ഞത് റബ്ബ് സംരക്ഷിക്കുമെന്ന്, നീയല്ല പറഞ്ഞത് അല്ലാഹു സംരക്ഷിക്കുമെന്ന്, നീയല്ല പാപ്പയെ അയച്ചത് കഴിക്കാനൊന്നുമില്ലല്ലോ എന്നവിടെ നിന്ന് ഉമ്മ പരിഹസിക്കാൻ തുടങ്ങി, ഇത്താത്ത പരിഹസിക്കാൻ തുടങ്ങി. ആ മോൾ എന്ത് ചെയ്തെന്നറിയോ? എന്റെ വാപ്പാലിപ്പനത്തൊരുമിച്ച് കൂടിയ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ മോള് ചെയ്തെന്തെന്നറിയോ? അവിടെ നിന്ന് റൂമിന്റെ കതാരത്തിലേക്ക് അവിടെ നിന്ന് പോവുകയാ. എന്നിട്ട് അവിടെ നിന്ന് ആ വാപ്പ, അവിടെ നിന്ന് ആ കുഞ്ഞുമോൾ അല്ലാഹുവിലേക്ക് കയ്യുർത്തുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ നീ നിസാരനാക്കല്ല അല്ലാ, എന്നെ മറ്റൊരാൾക്ക് മുന്നിൽ നീ കൊച്ചാക്കല്ല റബ്ബേ, എന്നെ അവഹേളിക്കല്ല റബ്ബേ, എന്നെ ഇൻസൾട്ട് ചെയ്യല്ല അല്ലാ എന്നവിടെ നിന്ന് അങ്ങനെ പറയുമ്പോ റൂം അടച്ചുകൊണ്ട് സജലങ്ങളായ കണ്ണുകളുമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അങ്ങ് കൈകൾ ഉയർത്തിയപ്പോ, പടച്ചറബിന്റെ കൈകൾ പടച്ചറബിലേക്ക് ഇരു കരങ്ങളും ആ മകളങ്ങ് ഉയർത്തിയപ്പോ, ആ സമയമാണ് ആ ഏതോ ഒരു നാട്ടിലെ രാജാവും പരിവാരങ്ങളും കടന്നു വരുന്നു. ആ മോള് റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി, സജലങ്ങളായ കണ്ണുകളുമായി റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, അല്ലാഹുവേ, ഞാൻ നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചവനാണ് റബ്ബേ,
നീയാണ് റസാഖ്, നീയാണ് റാസിഖ്, നീയാണ് ഈ ലോകത്തുള്ള ചെറുവലുത് എല്ലാത്തിനും റിസ്ക് നൽകുന്നവൻ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, എന്നെ നീ നിസാരനാക്കല്ല അല്ലാഹ്. എന്നെ നീ ഈ സമൂഹത്തിൽ എഴുത്തുന്ന എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ സഹോദരിക്കും മുന്നിൽ ഇകഴ്ത്തുന്നൊരവസ്ഥ വരുത്തല്ലേ എന്ന് ഇവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്തിലാണ് ആ വഴിയിലൂടെ അതാ ഒരു പരിവാരങ്ങൾ അങ്ങനെ വരാൻ, നാട്ടുരാജാവും പരിവാരങ്ങളും അങ്ങനെ വന്നു. ഇങ്ങനെ ഡോറ് മുട്ടുന്നു. അങ്ങനെ ഡോറ് മുട്ടിക്കൊണ്ട് ചോദിക്കുന്നു, കുടിക്കാൻ വെള്ളമുണ്ടോ? ആ മോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. കാരണം ചോദിച്ചത് കുടിക്കാൻ വെള്ളമാ. എങ്ങാനും ചോദിച്ചത് റൊട്ടിയാണെങ്കിൽ കൊടുക്കാൻ റൊട്ടിയില്ല. ഒരു നാണയത്തിന്റെ തുണ്ടാണ് ചോദിച്ചതെങ്കിൽ കൊടുക്കാൻ നാണയത്തിന്റെ തുണ്ടില്ല. ഒന്നുമില്ലാത്ത വേവലാതിപ്പെടുമ്പോഴാണ് അവിടെ നിന്നൊരു നാട്ടുരാജാവും പരിവാരങ്ങളും വന്ന് ചോദിക്കുന്നത്, കുടിക്കാൻ വെള്ളമുണ്ടോ? വേണ്ടുവോളം വെള്ളം അവിടെ നിന്ന് കൊടുക്കുകയാ. അങ്ങനെ കൊടുത്തിട്ട് ആ മോളോട് ചോദിക്കുന്നു, ആരുടെ വീടാണ്? അങ്ങനെ തിരിച്ചു പോകുമ്പോ ആ മോളോട് ചോദിക്കുന്നു, മോളെ ഇതാരുടെ വീടാണ് മോളെ? അപ്പോൾ ആ മോള് മറുപടി പറയുന്നു, ആതിമുൽ അസമ്മ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ആ രാജാവ് ചോദിക്കുന്നു, ഈ ഗ്രാമത്തിലെ വലിയ പണ്ഡിതൻ, ഈ നാട്ടിലെ വലിയ പണ്ഡിതൻ, ഈ പണ്ഡിതനാകുന്ന ആതിമുൽ അസമ്മിന്റെ വീടാണോ ഇത്? ആതിമുൽ അസമ്മിന്റെ മകളാണോ നീ? ആതിമുൽ അസമ്മിന്റെ കൊച്ചുമോളാണോ നീ എന്ന് അവിടെ നിന്ന് പറയുമ്പോ, അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോ അവിടെ നിന്ന് ആ രാജാവ് തന്റെ പോക്കറ്റിൽ നിന്ന് അവിടുന്ന് തന്റെ കീശയിൽ നിന്നൊരു നാണയം എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മൻ അഹബ്ബനി. നാട്ടുവാഴങ്ങളോട് അവിടുന്ന് പറയുകയാണ്, പരിവാരങ്ങളോട് അവിടുന്ന് പറയുകയാണ്, മൻ അഹബ്ബനി. ആരാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ എന്നെ ആദരിക്കുന്നത്, ആരാണോ എന്നെ സ്നേഹിക്കുന്നത്, അതാ അവർക്ക് ആ ഓരോ ആളുകളും ആ സഹോദരിക്ക് മകൾക്ക് സദഖ കൊടുത്തോളൂ എന്ന് പറയുന്നു. പരിവാരങ്ങളൊക്കെയും ആ മകൾക്ക് അങ്ങനെ സദഖ കൊടുക്കുകയാ. അങ്ങനെ സദഖ കൊടുക്കുമ്പോ ആ മോൾ അവിടെ നിന്ന് പൊട്ടിപ്പൊട്ടിക്കൊണ്ട് കരയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? ആർത്തുല്ലസിക്കേണ്ട മകള്, ആനന്ദത്തിന്റെ സുന്ദരതയോടെ തുള്ളിച്ചാടേണ്ട മകള് അവിടെ നിന്ന് അട്ടഹസിക്കുകയാണ്, വേദനയോടെ കരയുകയാണ്. അവിടെ നിന്ന് ആ മകളോട് ഉമ്മ ചോദിച്ചു, മോളെ എന്തു പറ്റി? കഴിക്കാനൊരു ഭക്ഷണമില്ല, കഴിക്കാനൊരു റൊട്ടി കഷ്ണമില്ലാത്ത വേവലാതിപ്പെടുന്ന പട്ടിണിയുടെ പടുകൊടിയിലായിരുന്ന നിങ്ങൾക്ക് നമുക്കൊരു നാണയത്തിന്റെ തുട്ടുകൾ കിട്ടിയപ്പോ അത് വേണ്ട എന്ന്, അത് വേണ്ട എന്നല്ല, അത് സ്വീകരിച്ച് മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അവിടെ നിന്ന് മോളം മിണ്ടുന്നില്ല. ആ രാജാവ് ചോദിച്ചു, മോക്ക് തന്നത് ഇഷ്ടപ്പെട്ടില്ലേ? മോക്ക് തന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചോ. അവിടെ നിന്ന് മോള് മിണ്ടുന്നില്ല. അവസാനം ആ മോളുള്ളിന്റെ അകതാരത്തിലേക്ക്, റൂമിന്റെ അകതാരത്തിലേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്ന് പറയാ, എന്റെ റബ്ബിനോടൊന്ന് പറഞ്ഞപ്പോ, റബ്ബേ എന്നെ നീ നിസാരമാക്കല്ല റബ്ബേ, എന്നെ നീ പരിഹസിക്കല്ല അല്ലാ, എന്നെ നീ നാളാളുകൾക്ക് മുന്നിൽ അപഹാസ്യനാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോ ആ റബ്ബദാ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോ ആ റബ്ബ് എത്രമേൽ കാരുണ്യവാനാണ്, ആ റബ്ബ് എത്രമേൽ കാരുണ്യവാനാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് ആരാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ, ഈ പള്ളിമിനാരത്തിൻ്റെ അകതാരത്തിലിരുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള വിശ്വാസികളെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കാം, ശരി തന്നെയാണ്. പക്ഷെ റബ്ബിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ മറ്റൊരു ചരിത്രം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബിൻ്റെ കാരുണ്യം, റബ്ബ് നമ്മെ തട്ടുന്നവനല്ല, നമ്മെ റബ്ബ് തട്ടി മാറ്റുന്നവനല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്രം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഫ്സീറുകളിൽ കാണാൻ പറ്റും, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു മുനാഫിഖുമായി അങ്ങ് യാത്ര പോവുകയാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു മുനാഫിഖും ഒരു യാത്ര പോകുന്നു. ഖറജ മഅ മുനാഫിഖിൻ ഇല ത്വായിഫ് ഫബലഗ ഖരിബതൻ ഫഖാല അൽ മുനാഫിഖു ഉദ്ഖുലൂ ഹാഉനാ വനസ്തരീഹ്. അവിടുന്ന് മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസും ഒരു മുനാഫിക്കായ മനുഷ്യന്, മുനാഫിക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അന്യമതസ്ഥിൽ ഉള്ളവനാണെങ്കിൽ അവനെ വിശ്വസിക്കാം.
മുനാഫിക്കിനെ വിശ്വസിക്കാൻ പറ്റൂല. തക്കം കിട്ടുമ്പോൾ പാര വെക്കുന്നവനാണ് മുനാഫിഖ്. ഒരു കാര്യം ഓർത്തു വെച്ചോ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് മുനാഫിഖ് എന്ന് പറയുമ്പോൾ ഒരാളെടുക്കലേക്ക് പോകുന്നു, അവനോട് നല്ല മയത്തിലൂടെ സംസാരിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു, പാലൊഴുക്കുന്ന വാക്കുകളാണ് അവൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവനെ പറയുകയാണ്, അവൻ്റെ നമീമത്ത് പരത്തുകയാണ്, അവൻ്റെ ഉള്ളതും ഇല്ലാത്തതും നാടു നീളെ അവിടുന്ന് വ്യാപകമാക്കുകയാണ്. അങ്ങനെ ആക്കുന്ന മനുഷ്യനാണ് മുനാഫിഖ്. മുനാഫിഖിനെ വിശ്വസിക്കാൻ പറ്റൂല. തക്കത്തിൽ പാര വെക്കുന്നവനാണ്. അവസരം വന്നാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെങ്കിലും അടുക്കൽ നല്ല പിള്ള ചമയുന്നവരുണ്ടെങ്കിൽ, എന്നിട്ട് അവനെ പാര വെക്കുന്നവരുണ്ടെങ്കിൽ, അത് മുനാഫിക്കിനോട് സാമ്യപ്പെടുന്ന സ്വഭാവമാണ്. അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അവർ നരകം കാണുന്നവരാണ്. അവർ സ്വർഗത്തിന്റെ ലഞ്ചന പോലും ഇല്ലാത്തവരാണ്. അവർ സ്വർഗത്തിന്റെ സുഗന്ധങ്ങളെ വഹിക്കാൻ ആഗ്രഹം, അവിടുത്തെ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് മനസ്സെന്തോ അത് പുറത്ത് കാണിക്കണം. മനസ്സിലൊന്നും പുറത്തൊന്നുമാകുന്ന ശീലം അത് വരാൻ പാടില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പോകുന്നത് ഒരു മുനാഫിക്കിനോട് കൂടെയാണ്. തക്കം കിട്ടിയാൽ പാര വെക്കുന്നവനാണ് മുനാഫിഖ്. അങ്ങനെ മുനാഫിക്കിനോടൊപ്പം പോയപ്പോ ഇങ്ങനെ വഴിയോരങ്ങളിലൂടെ യാത്ര പോയപ്പോ അവിടുന്ന് ഒരു വഴിക്കാ മുനാഫിഖായ മനുഷ്യനും സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവിടുന്ന് എത്തുകയാ. അങ്ങനെ എത്തിയപ്പോ അവിടുന്ന് പറഞ്ഞു, ഫബലഗ ഖരീബതൻ, അവിടുന്ന് ഒരു ചെറിയ മച്ചിലേക്ക് എത്തിയപ്പോ, ചെറിയ ടെന്റിലേക്ക് എത്തിയപ്പോ അവിടെ നിന്ന് ഫഖാലൽ മുനാഫിഖ്, ആ മുനാഫിഖായ മനുഷ്യന് പറയാൻ, ഉദ്ഖുലൂഹാ ഹുനാ വനസ്തരീഹ്, ഉദ്ഖുലൂഹാ ഹുനാ, നിങ്ങൾ ഉള്ളിലേക്ക് പോകാം, നമുക്ക് ഒരൽപ്പം റെസ്റ്റ് എടുക്കാമല്ലോ എന്നവിടുന്ന് ആ മുനാഫിഖായ മനുഷ്യൻ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസിനോട് അവിടുന്ന് പറഞ്ഞപ്പോ, നിഷ്കളങ്കനായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ്. മുനാഫിക്കിനെ അവിടുന്ന് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അവിടുന്ന് ഫദഖല, രണ്ടാളുകളും പ്രവേശിക്കുകയാ. ഫനാമ സയ്യിദുൻ, സയ്യിദ് അവിടുന്ന് ഉറങ്ങിപ്പോവുകയാ. ചരിത്രം കൃത്യമായി കേട്ടോ അപ്പാ, ചരിത്രം കൃത്യമായി കേട്ടോ ഉമ്മ, ചരിത്രം കൃത്യമായി മനസ്സിലാക്കിക്കോ യുവാക്കളെ. അവിടെ നിന്ന് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉറങ്ങിപ്പോവുകയാ. ആ തക്കം കിട്ടിയ അവസരത്തിലാ ഫൗഫഖൽ മുനാഫിഖു സയ്യിദാ, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു നടന്നതാ. ആ മുനാഫിഖായ മനുഷ്യൻ അവിടെ നിന്ന് വലഞ്ഞു കെട്ടുകയാ. അവിടെ നിന്ന് കൊല്ലാൻ വേണ്ടി നോക്കുകയാ. അവിടെ നിന്ന് വേദനയോടെ സംഭവം അറിയാത്ത സയ്യിദ് ചോദിച്ചു പോയി, അല്ല മനുഷ്യ, നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് ഇവിടെ നിന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? ആ മുനാഫിഖായ മനുഷ്യന്, ലഅന്ന മുഹമ്മദൻ ഉഹിബ്ബുക, നിന്നെ മുഹമ്മദൻ, നിശ്ചയമായിട്ട് മുഹമ്മദ് നബി, ഉഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടുവല്ലോ. ആദരവായ മുഹമ്മദ് മുസ്തഫ തങ്ങള്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങള് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നവിടെന്ന് പറഞ്ഞപ്പോ അവിടെന്ന് ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാണ്, സയ്യിദൊന്നും പറഞ്ഞില്ല, അവിടെന്ന് സ്വഹാബി ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് മാപ്പ് കേട്ടില്ല, വിട്ടുവീഴ്ചക്കൊരു അവസരവും കൊടുത്തില്ല. അവിടെന്ന് ആ മനുഷ്യൻ അവിടെന്ന് സയ്യിദൊന്നും പറഞ്ഞില്ല. അവിടുന്ന് സയ്യിദ് പറഞ്ഞൊരു വാക്ക് ഏതെന്നറിയുമോ? ഫഖാല സയ്യിദുൻ യാ റഹ്മാനു അഗ്സ്നി, അവിടുന്ന് അല്ലാഹുവിനെ അവിടുന്ന് വിളിക്കുകയാ. അവിടുന്ന് സ്വഹാബി അങ്ങ് പറയുകയാ, എന്താ പറഞ്ഞത്? യാ റഹ്മാൻ, ജല്ല ജലാലായ റബ്ബേ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന പടച്ചവനെ, അഖില നിഖില ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും താരു വേണ്ടുവോളം അവിടുന്ന് റിസ്ക് കൊടുക്കുന്ന റബ്ബേ, അല്ലാഹുവേ അഗ്സ്നി, എന്നെ നീ സഹായിക്കണേ അല്ലാ. അവിടെ നിന്ന് അങ്ങനെ വന്നപ്പോ അവിടെ നിന്ന് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചപ്പോ ഫസമിഅൽ മുനാഫിഖു സൗതാ, മുനാഫിഖായ മനുഷ്യനൊരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുകയാ. ഒരു ശബ്ദം അവിടെ നിന്ന്
കേൾക്കുകയാ. എന്താണ് കേട്ടെന്നറിയുമോ? വൈഹക് ലാ തഖ്തുല, കൊല്ലരുതെടോ, കൊല്ലരുതെടേ, എടോ കൊല്ലരുത്, ആ മനുഷ്യനെ കൊല്ലരുത്, അത് എന്റെ സ്വഹാബത്താണെന്ന് അവിടെ നിന്ന് പറയുകയാ. അവിടെ നിന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തു പോകുന്നു. മുനാഫിഖ് വഖറജ മിനൽ ഖരീബത്തി, അവിടെ നിന്ന് ആ ടെന്റിൽ നിന്ന് പുറത്തു പോയി നോക്കുന്നു. ഫലം യറാ അഹദൻ, ഒന്നും അവിടെ നിന്ന് കാണുന്നില്ല കേട്ടോ, ആരെയും കാണുന്നില്ല കേട്ടോ, ഒരാളെയും കാണുന്നില്ല കേട്ടോ. അരിശം തീർക്കാൻ വീണ്ടും അവിടെ നിന്ന് വരുന്നു. തന്റെ ഈർച്ചവാൾ എടുത്ത് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോഴും സയ്യിദ് റളിയല്ലാഹു അൻഹു ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, യാ റഹ്മാൻ അഗ്സ്നി, എന്റെ റബ്ബേ എന്നെ സഹായിക്കണേ അല്ലാഹ്, എന്നെ സഹായിക്കണേ റബ്ബേ എന്നവിടെ നിന്ന് പറയുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഫലം യറാ അഹദൻ, ഒരാളെയും കാണുന്നില്ല. മൂന്നാമതെന്ന് അവിടെ നിന്ന് പറയുകയാണ്. മൂന്നാമതും അങ്ങനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. രണ്ടാമത്തെ ശബ്ദവും നോക്കി അവിടെ നിന്ന് കേട്ടുപോയി തിരിച്ചു വന്നു. എനിക്കൊന്നേ മതിയാകൂ, സയ്യിദിനെ വെറുതെ വിടില്ല കേട്ടോ എന്നുള്ള അരിശത്തോടു കൂടി അവിടെ നിന്ന് വരികയാ. അങ്ങനെ വന്നപ്പോ അവിടെ നിന്ന് അല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റഹ്മാനു അഗ്സ്നി, യാ റബ്ബേ എന്നെ സഹായിക്കണേ അല്ലാ എന്നവിടെ നിന്ന് മൂന്നാമതും പറയുകയാ. ഈ പറഞ്ഞ കേൾക്കുന്നതാ അവിടെ നിന്ന് പറയുമ്പോ ഈ മനുഷ്യൻ അങ്ങ് തിരിയുകയാണ്, മുനാഫിഖ്. ആ തിരിയുന്ന സന്ദർഭമതാ ഏതോ ഒരാൾ വന്ന മുനാഫിക്കിന്റെ തലയങ്ങെടുക്കുകയാ. അങ്ങനെ തലയങ്ങെടുത്തപ്പോ ആ മുനാഫിഖ് അവിടെ നിന്ന് മരണപ്പെട്ടുകൊണ്ട് വീഴുകയാ. അവിടെ നിന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് ആ സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ആ വന്ന ആളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നുണ്ട് അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹും അവന്റെ റസൂലിനെ അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്ന ആള് പറയുന്നുണ്ട്, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണെന്ന് അവിടെ നിന്ന് പറയുകയാ, ഞാൻ ജിബ്രീലാണെന്ന് പറയുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന വാക്ക് കേട്ടോ, ഈന ദഅൗത കുൻതു ഫിസ് സമാഇ സാബിഅ, നീ അങ്ങ് ഒന്നാമത്തെ ദുആ ചെയ്യുമ്പോ, അല്ല ഹാരിസേ അല്ല സൈദേ, നിന്നെ അവിടെ നിന്ന് മുറുക്കുമ്പോ നീ ഒന്നാമത്തെ ദുആ ചെയ്യുമ്പോ ഞാൻ അങ്ങ് ഏഴാനാകാശത്തിലായിരുന്നു. അങ്ങനെ ഏഴാനാകാശത്തിലായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. രണ്ടാമതും അങ്ങനെ വരുമ്പോ, കൊല്ലാൻ വേണ്ടി വരുമ്പോ രണ്ടാമതും യാ റഹ്മാൻ അഗ്സ്നി എന്ന് പറയുമ്പോ ഞാൻ അവിടെ നിന്ന് ദുന്യാവിയായ ആകാശത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഒന്നാനാകാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. മൂന്നാമതങ്ങ് പറയുമ്പോ മൂന്നാമതാ മനുഷ്യൻ അങ്ങനെ യാ റഹ്മാൻ അഗ്സ്നി എന്ന് പറയുമ്പോ അതാ അവിടെ നിന്ന് ആ മനുഷ്യനതാ ആ മലക്കതാ ആ മനുഷ്യന്റെ തല എങ്ങെടുത്തിയിരിക്കുന്നു. ബലഗ്തു ഇലൽ മുനാഫിഖ്, ആ മുനാഫിക്കിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഈ ജിബ്രീൽ അവിടെ നിന്ന് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസയോട് പറയാൻ. എന്ത് മനസ്സിലായോ അപ്പാ, എന്ത് മനസ്സിലായും? ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഈ പറയുന്ന ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? കേൾക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങൾക്ക് പലപ്പോഴും വിഷമങ്ങൾ എന്താ? റബ്ബ് ദുആ സ്വീകരിക്കുന്നില്ലല്ലോ. പക്ഷേ തവക്കുലിന്റെ വഴിയിലൂടെ ഏകഹിലാകുന്ന വചനമന്ത്രം മനസ്സിന്റെ ഗതാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബേ രക്ഷപ്പെടുത്താനുള്ളൂ എന്നുള്ള മനസ്സോടുകൂടി ആരാണ് മനുഷ്യരെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കാത്തതിന്റെ പരിണിത ഫലമാണ് പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റബ്ബ് അല്ലാഹു റഹ്മാൻ, അവൻ വിശാലമാണ്, നമ്മൾ മനസ്സിലാകുന്നതിനും അപ്പുറമാണ്. അസാബന്നാസ ഖഹ്തുൻ അലാ അഹ്ദി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തൊരു വലിയ ക്ഷാമം പിടിപെട്ടു. മഴയില്ല, കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങളൊക്കെയും ചത്തളിയാൻ പോവുകയാ. കുടിക്കാൻ വെള്ളമില്ലാത്ത വേവലാതിയുടെ അവസ്ഥയാണ്. അവിടുന്ന് എല്ലാ ആളുകളും സുലൈമാൻ നബിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ നബി അല്ലാഹ് ലൗ ഖറജത ബിന്നാസ് ഇലൽ ഇസ്തിസ്ഖാ, മഴയെ തേടാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഇസ്തിസ്ഖാ നിസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ എല്ലാ ആളുകളും വന്നുകൊണ്ടിങ്ങനെ പറഞ്ഞ്, നബിയെ വല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ, വല്ലാത്ത ദുരന്ത മുഖത്തിലാണ് നബിയെ,
കുടിക്കാനോ കഴിക്കാനോ കുളിക്കാനോ ഭുജിക്കാനോ വെള്ളമില്ലാത്ത അവലാതിപ്പെടുന്ന സന്ദർഭമാണ് നബിയെ. ഒന്ന് പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമോ എന്ന് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരും വരട്ടെ. എല്ലാ ആളുകളെയും ഒരു ഗ്രൗണ്ടിൽ, ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാ ആളുകളും വന്നു. മൃഗങ്ങളടക്കം, പക്ഷികളടക്കം, എല്ലാ ജന്തുക്കളടക്കം അങ്ങനെ വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് പറഞ്ഞു, പോയിക്കോളൂ, പോയിക്കോളൂ, പോയിക്കോളൂ. നബി സല്ലല്ലാഹു അവിടെ നിന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ. വന്നാളുകൾക്കൊക്കെ സംശയം വന്നു. വന്നാളുകൾക്കൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വെമ്പൽ കൊണ്ടു, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം വിതച്ചു. നബിയെ, ഏതെങ്കിലും ഒരു പരീക്ഷണമാണോ, ഏതെങ്കിലും ഒരു ദുരന്തമാണോ വരുന്നത്? പടച്ച റബ്ബിന്റെ പരീക്ഷണമാണോ എന്നുള്ള ദുരന്തത്തിന്റെ വെമ്പൽ മനസ്സിന്റെ ഉള്ളിൽ വന്നപ്പോ അവിടുന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫഇദാ ബിനംലത്തിൻ ഖായിമതൻ അലാ റിജ്ലൈഹാ ബാസിതതൻ യദൈഹാ ഫഇദാ ബിനംലത്തിൻ ഖായിമതൻ അലാ റിജ്ലൈഹാ. അവിടുന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയാൻ, ഒരു ഉറുമ്പ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പടച്ച റബ്ബിനോട് രണ്ട് കാലുകൾ കുത്തി ഇരു കരങ്ങളും ഉയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി, ആ പ്രാർത്ഥനയുടെ വഴിയായി എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയുമോ? ഇപ്പം നിങ്ങൾക്ക് മഴ വരുമെന്ന് പറയാൻ ആ ഉറുമ്പ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അന ഖൽഖും മിൻ ഖൽഖിക്, അല്ലാഹുവേ, ഞാനും നിസ്സാരനായ ഒരു ഉറുമ്പാണ്, ഒരു പക്ഷെ എല്ലാവരും അവഗണിക്കുന്ന ഒരു ജീവിയാണ് റബ്ബേ. അന ഖൽഖും മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ഞാന്. ലാ ഗിനാ ലീ അൻ ഫദ്ലിക്, നിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ എനിക്ക് ഐശ്വര്യമില്ല. അതുകൊണ്ട് നബി അല്ലാഹുവേ, ഒന്ന് മഴ വരുത്തിപ്പിക്കണ റബ്ബേ. എന്നാ മനുഷ്യ അവിടെ നിന്ന് ആ ഉറുമ്പ് പ്രാർത്ഥിച്ചപ്പോ മനുഷ്യർ വരേണ്ട ആവശ്യമില്ല. ആ ഉറുമ്പിന്റെ പ്രാർത്ഥനയിലൂടെ അവിടെ നിന്ന് ദുആ സ്വീകരിച്ചു വന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാം. അപ്പോ പടച്ച റബ്ബ് ജീവികൾക്കപ്പുറം, ഈ നമുക്കപ്പുറം, ഇഴജന്തുക്കൾക്കപ്പുറം, സസ്യങ്ങൾക്കപ്പുറം എല്ലാ വസ്തുവിനോടും മയം കാണിക്കുന്നവനും കരുണ കാണിക്കുന്നവനും സഹായിക്കുന്നവനും അനുഗ്രഹം ചൊരിയുന്നവൻ്റെയും പേരാണ് ഹുവല്ലാഹ്. നമ്മുടെ വിഷയം അതാണ്, പടച്ച റബ്ബ്. നമ്മ എപ്പോഴാണോ പടച്ച റബ്ബിനെ മനസ്സിലാക്കുന്നത്, ആ പടച്ച റബ്ബിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് സംശുദ്ധമാകുന്നത്. ഞാൻ ആദ്യം ഓതി വെച്ചിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അർ റഹ്മാൻ, ദുനിയാവിൽ വഴിപ്പെട്ടൊരു വാപ്പ, ദുനിയാവിൽ വഴിപ്പെട്ടൊരു വാപ്പ. ആ വാപ്പയ്ക്കും സുഹൃതങ്ങളെ കൊടുത്ത അള്ളാഹുവാൻ. ഈ ദുനിയാവിൽ വഴിപ്പെടാത്ത മുഴുക്കള്ളുകുടിയുമായി നടന്നൊരു വാപ്പ, ദുനിയാവിൽ അനാചാരത്തിന്റെ വഴിയിലൂടെ നടന്നൊരു വാപ്പ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വേണ്ടാത്ത വഴിയോരങ്ങളിലൂടെ നടന്നൊരു ഉമ്മ, അതല്ലെങ്കിൽ ദുനിയാവിലൂടെ നന്മയുടെ സുഹൃതങ്ങളെ വിലവെടുത്തൊരു ഉമ്മ. ആ ഉമ്മയ്ക്കും അനുഗ്രഹം ചെയ്ത റബ്ബേതോ, ആ റബ്ബിന്റെ കരുണ കൊണ്ട് ഞാൻ തുടങ്ങാൻ. അർ റഹീം, അതിനപ്പുറാണ് സ്പെഷ്യൽ ചെയ്യുന്നത്. അർ റഹീം, ഈ ദുനിയാവിൽ വഴിപ്പെടുന്നവരാരാണ്? 5 വഖത്ത് പള്ളിയിൽ വരുന്ന മനുഷ്യനാരാണോ, അള്ളാഹുവിനനുസരിക്കുന്ന മനുഷ്യനാരാണോ, പടച്ച റബ്ബിനനുസരിക്കുന്ന മനുഷ്യനാരാണോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അത് കൃത്യമായി അനുസരിക്കുന്ന മനുഷ്യനാരാണോ, ആ മനുഷ്യനിക്ക് നാളെ പരലോകത്ത് ആരും രക്ഷപ്പെടുത്താനില്ല. നമ്മുടെ പണങ്ങൾ അവിടെ രക്ഷപ്പെടുത്തുന്നില്ല, എൻ്റെ പാണ്ഡിത്യം അവിടെ രക്ഷപ്പെടണമെന്നില്ല, എൻ്റെ കോലം അവിടെ രക്ഷപ്പെടണമെന്നില്ല, നമ്മുടെ സൗന്ദര്യം അവിടെ രക്ഷപ്പെടണമെന്നില്ല, നമ്മുടെ ആർഭാടങ്ങൾ അവിടെ രക്ഷപ്പെടണമെന്നില്ല, നമ്മുടെ സുഖസൗകര്യങ്ങൾ അവിടെ രക്ഷപ്പെടണമെന്നില്ല. ഒരു പക്ഷെ ആയിരക്കണക്കിന് 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാകാം ഈ ലോകത്ത്, ആ നീ നാളൊരു പക്ഷേ രക്ഷപ്പെടണമെന്നില്ല മനുഷ്യ. അതുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് അർ റഹീം, ദുനിയാവിൽ വഴിപ്പെട്ട മനുഷ്യനാരാണ്, റബ്ബിനനുസരിച്ച മനുഷ്യനാരാണ്. ആ റബ്ബിനെ അനുസരിച്ചവരെ, ആ റബ്ബിനെ സ്നേഹിച്ചവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകം കാറ്റഗറി ചെയ്ത് നന്മ ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിന്റെ കാരുണ്യമാണ്. ആ റബ്ബിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്ത് ഫാത്തിഹ ബിസ്മി കൊണ്ട് നാം തുടങ്ങിയപ്പോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം പറഞ്ഞപ്പോ,
ആദ്യം ചൊല്ലിയത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ, പടച്ച റബ്ബിനാണ് സ്തുതിഗീതങ്ങൾ ഓതേണ്ടത്. പ്രയാസങ്ങളുള്ള വാപ്പ, പ്രതിസന്ധികളുള്ള വാപ്പ, കടങ്ങളെ കൊണ്ട് അവലാതിപ്പെടുന്ന വാപ്പ, നിങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ കയങ്ങൾ താണ്ടുന്നവരായിരിക്കാം, ദുരന്തങ്ങളെ നേരിടുന്നവരായിരിക്കാം. ഒരു പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ആ പ്രയാസങ്ങൾക്കപ്പുറം ഏക ഇലാഹായ റബ്ബുണ്ട്. ആ പരീക്ഷണത്തിനൊക്കെയും നാളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി എന്ത് പ്രയാസം വന്നാലും തിരക്കേടില്ല. മക്കൾ മരണപ്പെട്ടു, എൻ്റെ റബ്ബാ തന്നത്, അത് റബ്ബങ്ങ് കൊണ്ടുപോയതാ. പണങ്ങൾ നഷ്ടപ്പെട്ടു, റബ്ബാ തന്നത്, അത് റബ്ബങ്ങ് കൊണ്ടുപോയതാ. മുഴുവനും ബിസിനസ് മുഴുവനും നഷ്ടത്തിലാണ്, എല്ലാം പൊട്ടിപ്പാളിസാണ്, എല്ലാം നഷ്ടത്തിലാകുമ്പോഴും എനിക്ക് തന്നത് റബ്ബാണ്. ഒന്നുമല്ലാത്ത എനിക്ക് തന്നത് പടച്ച റബ്ബ് എന്നുള്ള ജീവിതത്തിൽ എനിക്ക് കൈകളുണ്ടല്ലോ, കാലുകളുണ്ടല്ലോ, ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ ആരാണോ അൽഹംദുലില്ലാഹ് അങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്ന മനുഷ്യനാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ അൽഹംദുലില്ലാഹ് എന്ന പദം അതൊരു വലിയ വാക്കാണ്. ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഞാൻ കൂടുതൽ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. കുല്ലുക്കും മിൻ ആദം, ആദമു മിൻ തുറാബ്. എല്ലാ ആളുകളും ഞാനും നിങ്ങളും ആദം നബിയിൽ നിന്നാണ്. നമ്മുടെ പ്രപിതാവാണ് ആദം നബി, ഞങ്ങളുടെ വല്യുപ്പാപ്പയാണ് ആദം നബി. ആദം നബിയോ മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. ആ മണ്ണിലേക്കാണ് നമ്മെ മടക്കുന്നതും. മിൻഹാ ഖലഖനാഹും വഫീഹാ നുഈദുകും വഫീഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ മിൻഹാ ഖലഖനാകും. എടാ മോനെ, അഹങ്കാരിയായി നടക്കുന്ന മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെടാ, നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, മടക്കുന്നതും മണ്ണിലേക്കാണ്. നാളെ പോകുന്നത് ഈ പള്ളിക്കാട്ടിലേക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ മറ്റൊരു നിമിഷം, ഇന്നല്ലെങ്കിൽ നാളെ, ഒരു പക്ഷം ഈ വർഷം, കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് വാപ്പമാർ, ഒന്നല്ലെങ്കിൽ രണ്ട് വാപ്പമാർ, എത്ര പേര് ഇവിടെ ഇല്ല. അപ്പോഴൊന്ന് ആലോചിക്കണം. ഒരു പക്ഷേ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബ് നിനക്കൊരായുസ് അധികം തന്നിരിക്കാം. അതുകൊണ്ട് വഫീഹാ നുഈദുകും, മടങ്ങേണ്ടതും നാളെ ഖബറിലേക്കാണ്. വഫീഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മറ്റൊരുക്കൽ ഉയർത്തെഴുന്നേൽക്കുന്നതും ആ ഖബറിൽ നിന്ന് തന്നെയാണ്. ഉയർത്തെഴുന്നേൽക്കുന്നതും ആ മണ്ണിൽ നിന്ന് തന്നെയാണ്, പുറപ്പെടിക്കുന്നതും ആ മണ്ണിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ ആദം നബി അലൈഹിസ്സലാമിനെ അതാ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് റൂഹ് നൽകുകയാണ്. അങ്ങനെ റൂഹ് നൽകുന്നത് പൊക്കിൽ കൊടി വഴിയാണ്. പൊക്കിൽ കൊടി വഴിയാണ് ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു റൂഹ് നൽകിയത് എന്നുള്ളത് ഇതൊരു വലിയ വിഷയമാണ്. അതായത് മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളിൽ കയ്യായാലും കണ്ണായാലും മറ്റു ആന്തര അവയവങ്ങൾ ഏതായാലും അതിലൊക്കെയും ഒരു ജോലി, ഓരോന്നിനും ഓരോ ധർമ്മങ്ങൾ ഉണ്ടാകും. നമുക്ക് പലപ്പോഴും പള്ള നിറച്ച് ഭക്ഷണം കഴിച്ച് തടവുന്നതല്ലാതെ ആ പൊക്കിൾ കൊണ്ട് എന്താണ് ഉപകാരമെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഒരു വലിയ സ്മരണ പടച്ച റബ്ബ് അവിടെ നിന്ന് നൽകുകയാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പൊക്കിളിലൂടെയാണ് റൂഹ് നൽകിയത്. ചില സ്മരണകൾ, ചിലത് ഓർക്കാൻ വേണ്ടി നമുക്കെയും ആദം നബി അലൈഹിസ്സലാമിന്റെ പേരമക്കളാണെന്നും അവിടുത്തെ സന്താന പരമ്പരകളിൽ നിന്ന് വരുന്നതാണെന്നുമുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനും അതേപോലെ തന്നെ ഉമ്മയെ ഓർക്കാൻ വേണ്ടിയുമാണ് ഈ പൊക്കിളി എന്നുള്ള ആ ഒരു വലിയ സ്മരണയായി അവശേഷിച്ചു എന്നുള്ളത് ചില ആളുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരു മകൻ നുത്ഫത്തായി, ഇന്ദ്രിയത്തുള്ളിയായി ഒരുമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അതങ്ങ് പ്രവേശിച്ചപ്പോ 9 മാസത്തോളം
ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകളുടെ, യാതനകളുടെ, പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ എത്ര വലിയ ദുരന്തങ്ങളാണ് അവർ പേറുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉമ്മയോട് വെറുപ്പ് കാട്ടിയവർ, ആരെങ്കിലും ഉമ്മയോട് സംസാരിക്കാത്തവർ, ആരെങ്കിലും ഉമ്മയെ ചവിട്ട് പുറത്താക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മോനെ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്റെ ഭാര്യ വെച്ച് തന്ന നല്ല രുചിയുള്ള ബിരിയാണി കഴിച്ചങ്ങ് കിടന്നുറങ്ങുമ്പോ ഒന്ന് നിന്റെ പൊക്കിള് ഭാഗത്തിലൂടെ ഒന്ന് തടവണം. ആ പൊക്കിള് ഭാഗത്തിലൂടെ തടവുമ്പോ നിനക്കൊരു കുഴി കാണാം. ആ കുഴി കേവലം ഒരു കുഴിയല്ല. നിന്റെ ഉമ്മ ഒരു കാലത്ത് കഴിച്ചതെല്ലാം വലിച്ചത് നീയാ. ഉമ്മ കഴിക്കുന്നതെല്ലാം വലിച്ചത് നീയാ. നിനക്ക് പ്രോട്ടീൻ തന്നത് ഉമ്മ തിന്നതിൽ നിന്നാ. ഉമ്മ കഴിച്ചതൊക്കെയും നീ അങ്ങനെ ഊർന്ന് വലിക്കുകയാ. ഉമ്മ ഒന്നും കഴിക്കാത്ത തന്റെ മകന് വേണ്ടി പള്ളയിലുള്ളതിന് വേണ്ടി അവിടെ നിന്ന് മാറ്റിവെക്കുകയാ. എന്റെ പ്രിയമുള്ള അപ്പ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, ആരെങ്കിലും ഉമ്മയെ കഷ്ടപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്നേയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ. അള്ളാഹുവിന്റെ റസൂലാ പറയാ, പള്ളിയിൽ 5 വക്ത് നിസ്കരിക്കൽ കൊണ്ട് നിനക്ക് റബ്ബിന്റെ പൊരുത്തമില്ലടോ. നീ സക്കാത്ത് കൊടുക്കൽ കൊണ്ട് നിനക്ക് റബ്ബിന്റെ പൊരുത്തമില്ലടോ. നീ ഒരുപാട് സദഖ കൊടുക്കൽ കൊണ്ട് നിനക്ക് റബ്ബിന്റെ പൊരുത്തമില്ലടോ. നീ ഒരുപാട് നന്മകൾ ചെയ്തു, ശരി തന്നെ. നീ നാട്ടിലെ പ്രമുഖനാണ്, ശരി തന്നെ. നീ നാട്ടിലെ എല്ലാ പ്രയാസങ്ങളുടെയും പരിഹാരം നിന്നിലാണ്. നിന്റെ അടുക്കലില്ലാത്ത പ്രശ്ന പരിഹാരമില്ല. നീ നാട്ടിലെ വലിയ കാരണവനാണ്, നീ വലിയ പണ്ഡിതനാണ്, നിന്റെ തലക്കെട്ടിന്റെ ചുറ്റങ്ങ് വലുതാണ്, നീ വലിയ ഖാദിയാണ്. കാര്യമില്ല മോനെ, നീ വലിയ പണ്ഡിതനാണ്, കാര്യമില്ല മോനെ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. നിന്റെ ഉപ്പയുടെ പൊരുത്തം നിനക്കുണ്ടോ? നിന്റെ ഉമ്മയുടെ പൊരുത്തം നിനക്കുണ്ടോ? എന്നാൽ മാത്രമാണ് പടച്ച റബ്ബിന്റെ പൊരുത്തം. അങ്ങനെ അവസാനിക്കുന്നില്ല. വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ. നിനക്ക് പൊരുത്തമില്ലാത്തതാണോ നിന്റെ ഉമ്മയുടെ? ഏതെങ്കിലും ഒരു വന്ന പെണ്ണിന് വേണ്ടി ഉമ്മയെ മറന്ന വപ്പയോ, ഏതെങ്കിലും ഒരു വന്ന പെണ്ണിന് വേണ്ടി ഉമ്മയെ മറന്ന യുവാവ് ഇവിടെയുണ്ടോ? മനസ്സിന്റെ കതാരത്തിലേക്ക് കൈകളൊന്ന് വെക്കൂ, മനസ്സിന്റെ ഉള്ളിലേക്ക് വാക്കിനെ ഒന്ന് കേൾക്കൂ. നിന്റെ നിസ്കാരം പ്രയോജനമില്ല, നിന്റെ സക്കാത്ത് പ്രയോജനമില്ല, നിന്റെ അമലുകളൊന്നും പ്രയോജനമില്ല. എല്ലാം നിഷ്ഫലമാണ്, എല്ലാം നശിച്ചു പോയതാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ. അല്ലാഹുവിന്റെ കോപം എവിടെയാ? നിനക്ക് നിന്റെ ഉമ്മയുടെ കോപമുണ്ടോ? നിന്റെ ഉമ്മയെ വെറുപ്പുണ്ടോ? നിന്റെ ഉമ്മ നിന്നോട് വെറുപ്പാണോ? മാസങ്ങൾ 2 നിന്റെ ഉമ്മയോട് സംസാരിക്കാതെ, വർഷങ്ങൾ 4 നിന്റെ ഉമ്മയോട് സംസാരിക്കാതെ, ഒരുപാട് കാലങ്ങളായി ഉമ്മയ്ക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് മാറിപ്പോയതാണ്, ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് മജ്ലിസിനെ ഓർത്തുകൊണ്ട്, ഈ സദസ്സിനെ ഓർത്തുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി പോ മോനെ നിന്റെ ഉമ്മയുടെ അടുക്കലേക്ക്. ആ ഉമ്മയുടെ കൈകളൊന്ന് പിടിക്ക്, അവിടത്തെ അതരങ്ങളിലേക്കൊന്ന് ചുംബനം കൊടുക്ക്, അവിടത്തെ കൈകൾക്കൊരു ചുംബനം കൊടുക്ക്, അവിടത്തെ മുഖത്തേക്കൊന്ന് ചുംബനം കൊടുക്ക്. എന്നിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് പറ, എൻ്റെ ഉമ്മ ഞാൻ അറിയാത്ത ചെയ്തു പോയതാണ്, അറിയാത്ത വന്നു പോയതാണ്. നിന്റെ ഉമ്മയോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ ഈഗോ മനസ്സിലേക്ക് വരുമ്പോ, നിന്റെ ഭാര്യയുടെ അണിയറയിലുള്ള പിറുപിറുക്ക് നിന്നെ അവിടുന്ന് ആ ഈഗോയിലേക്ക് വീണ്ടും വീണ്ടും ആക്കം കൂട്ടുമ്പോ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ആരും അറിയാതെ നീ ഉമ്മയോട് അടുക്കല് പോ. ആ ഉമ്മയുടെ കൈകൾ പിടിക്ക്, എന്നിട്ട് ഉമ്മയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്ക്, എന്നിട്ട് ഉമ്മയുടെ കൈകൾ ചുംബിക്ക്. കാരണം ഉമ്മ വാപ്പ അത് ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ വലയറിയു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഉമ്മയുടെ വില നാം മനസ്സിലാക്കേണ്ടത്. ഉമ്മയും ചിലത് മനസ്സിലാക്കണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളും മരുമക്കളും അമ്മായിമാരും അതൊരു പോരായി മാറുന്ന കാലഘട്ടത്തിൽ, ഒരു പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ വലിയ പ്രയാസമാകുന്ന കാലഘട്ടത്തിൽ, പ്രയാസമില്ലാത്ത വിധത്തിൽ, ആർക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ ഭാര്യയെ നീ കെട്ടിക്കൊണ്ടുവന്നവനാണ്. ഭാര്യയ്ക്കെല്ലാം കൊടുക്കേണ്ടത് നീയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഭർത്താവാണ്. അത് എല്ലാ കാര്യങ്ങളും അത് ചെയ്യൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചവരാണ്.
ആ ഉമ്മയെ ഓർത്ത് ആ ഉമ്മയെ ഒരിക്കലും വിഷമിക്കാനും പാടില്ല. അത് അതിൻ്റെ രീതിയിൽ വളരെ ശാസ്ത്രീയമായി അതിനെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്താലേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോ ആ പൊക്കൾ കൊണ്ട് നമ്മെ സ്മരിക്കുന്നത് ഒന്ന് ആദം നബി അലൈഹിസ്സലാമിനെയാണ്, മറ്റൊന്ന് നമ്മുടെ ഉമ്മയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉമ്മ, ആ ഉമ്മയെ നാം അങ്ങ് മനസ്സിലാക്കുമ്പോ ആ പൊക്കളിലൂടെയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു റൂഹ് നൽകിയത്. ലോകത്തെ ആദ്യ മനുഷ്യനാണ് ആദം നബി അലൈഹിസ്സലാം. ആദ്യം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. അത് ആദം നബി അലൈഹിസ്സലാമിന് റൂഹ് കൊടുത്തപ്പോൾ എണീറ്റ് നിന്നു. അപ്പോൾ അവിടെ നിന്ന് ആദം നബി അലൈഹിസ്സലാം തുമ്മി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആദം ഖുലിൽ ഹംദുലില്ലാ, ഹംദുലില്ലാ എന്ന് പറയാദമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത് വലിയ വലിയ പവർ ഉള്ളതായ കാര്യമാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സർവസ്തുതിയും. ഞാൻ പറഞ്ഞു വന്നത്, നാം ആദ്യമായി പറയുന്ന വാക്കും അൽഹംദുലില്ലാ എന്നാണ്, അവസാനമായി പറയുന്നതും അൽഹംദുലില്ലയാണ്. വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ പരലോകത്തേക്ക് എത്തിയപ്പോ, നാളെ സ്വർഗത്തിലേക്ക് എത്തിയപ്പോ അവിടെ അവസാനം പറയുന്നത് പരസ്പരം അവിടുത്തെ അഭിവാദ്യം സലാം പറയലാണ്. അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു, റൂഹ് കൊടുത്തു, തുമ്മി. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നാളെ സ്വർഗത്തിലും പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. അപ്പൻ്റെ വാപ്പ, പ്രയാസങ്ങൾ സംഭവിക്കുന്ന വാപ്പ, നമ്മുടെ പടച്ചറബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എന്നുള്ളത്. ആ റബ്ബിനെ ഇഷ്ടപ്പെടണം, ആ റബ്ബിനെ ഭയപ്പെടണം എന്ന് പറയുന്നുണ്ട് നാം. ഏതുപോലെ ഭയപ്പെടണം? ഒരാനയെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടണമോ? ഒരു ഹിംസ്രജീവിയെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടണമോ? എൻ്റെ വാപ്പമാരെ, എന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അങ്ങ് ഞാൻ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക് ഞാൻ അവിടെ നിന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെടേണ്ടത്? പടച്ച റബ്ബിനെ നിങ്ങളൊരു സിംഹത്തെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടേണ്ടതല്ല, ഒരു മൃഗത്തെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടേണ്ടതല്ല. അവനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അവിടെ നിന്ന് പറയാണ്, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റാ, ഒരു മനുഷ്യന് ഒരു ശിബ്റെങ്ങാനും എന്നിലേക്ക് വന്നാല്, ഒരു മുഴമെങ്ങാനും എന്നിലേക്ക് വന്നാല്, തഖറബതു ഇലൈഹി ദിറാഅ, ആ മനുഷ്യനിലേക്കതാ ഞാനൊരു ചാണ് പോകുമെന്ന് അവിടെ നിന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ റബ്ബിലേക്കൊന്ന് കണക്ട് ചെയ്യാനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരാണ് പടച്ച റബ്ബിനെ ഭയപ്പെടുന്നത്? ആ മനുഷ്യൻ എന്നുള്ളത് പടച്ച റബ്ബിനെ അങ്ങ് പറയുമ്പോ, പടച്ച റബ്ബിനെ അങ്ങ് സ്മരിക്കുമ്പോ, അല്ലാഹുവിനെ അങ്ങ് സ്മരിക്കുമ്പോ അവന്റെ സജലങ്ങളായ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരികയാ. അവിടെ നിന്ന് പറയുകയാ, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റാ തഖറബതു ഇലൈഹി ദിറാഅ വഇദാ തഖറബ ഇലയ്യ ദിറാഅ, ഒരു മനുഷ്യൻ ഒരു മുഴം എന്നിലേക്ക് അടുത്താൽ, ഒരു ചാണെന്നിലേക്ക് അടുത്താൽ, തഖറബതു മിൻഹു ബഅ, ഒരു മാറാ മനുഷ്യനിലേക്ക് അടക്കുമെന്ന് അവിടെ നിന്ന് പറയാൻ. എന്നിട്ട് അവിടെ നിന്ന് അവസാനിക്കുന്നില്ല. വഇദാ ഈ ബാപ്പാലിപ്പനത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങൾ നടന്നു പോകുന്നത് റബ്ബിലേക്കാണോ? നിങ്ങൾ പോകുന്നത് അല്ലാഹുവിലേക്കാണോ? എൻ്റെ വാപ്പ, നിങ്ങൾ അവിടെ നിന്ന് ആലോചിക്കുക. നിങ്ങൾ പോകുന്നത് അല്ലാഹുവിലേക്കാണ്, നിങ്ങൾ നടക്കുന്നത് അല്ലാഹുവിലേക്കാണ്. നിങ്ങൾ ഏകഹിലാഹായ റബ്ബിലേക്കാണ് നടക്കുന്നത്, റബ്ബിലേക്കാണ് സമർപ്പിക്കുന്നത്. പടച്ച റബ്ബ് നിങ്ങളിലേക്ക് കൂടി വരുമെന്ന് ഖുദ്സിയായ ഹദീസ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി.
ഗൗരവത്തോടു കൂടി മനസ്സിലാക്ക്. ഒരൊറ്റ ചരിത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോ ഒരു മുഅ്മിനുണ്ട് ഇവിടെ. അവന് റബ്ബിനെ അനുസരിക്കുന്ന മുഅ്മിനായിരിക്കാം. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുഅ്മിനുണ്ടെന്ന് വിചാരിക്കുക. അവൻ അള്ളാഹുവിനെ അങ്ങനുസരിക്കുമ്പോ, അവന് റബ്ബിലേക്ക് അങ്ങ് ഓടുമ്പോ, അവന് റബ്ബിലേക്ക് അങ്ങ് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. അവിടുന്ന് ഒരു വലിയ റാബിഅത്തുൽ അദവിയ്യ എന്ന് പറയുന്ന സൂഫി വരിയായ വനിത അവിടുന്ന് രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അങ്ങനെ കിടന്നുറങ്ങാൻ പോകുമ്പോ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് റാബിഅത്തുൽ അദവിയ്യ എന്ന സഹോദരി അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ച് അതേ പാഴയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ഖുർആൻ ഓതി ശേഷം അറിയാത്ത മയങ്ങിപ്പോയി. അപ്പോഴാണ് റാബിഅത്തുൽ അദവിയ്യയുടെ വീട്ടിൽ വലിയ വിലപിടിപ്പുള്ള സ്വർണം ഉണ്ടായിരുന്നില്ല, വലിയ പണത്തിന്റെ കൂമ്പാരം ഉണ്ടായിരുന്നില്ല. അവിടുന്നതാ ഒരു കള്ളന് കേറാണ്. ഒരു കള്ളൻ കയറി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അവിടത്തെ വസ്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുകയാ. അങ്ങനെ എടുത്തുകൊണ്ട് ആ വസ്ത്രത്തിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ആ കള്ളന് ഡോർ തിരിച്ചു പോകാൻ കാണുന്നില്ല. എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. കള്ളന് ഭയത്തിലായി, വല്ലാത്ത വിഷമത്തിലായി. ആ കള്ളനായി എടുത്ത സാധനം വീണ്ടും അവിടെ നിന്ന് വെക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ വെച്ചപ്പോ അവിടെ നിന്ന് ഡോർ അങ്ങനെ കാണുകയാണ്. തക്കം കിട്ടിയ അവസരത്തിൽ പോകാമെന്ന പ്രതീക്ഷയിൽ വീണ്ടും പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല മുഅ്മിനീങ്ങളെ. വീണ്ടും അവിടെ നിന്ന് ഡോർ അവ്യക്തമാവുകയാ, വാതിൽ കാണാതാവുകയാ. അങ്ങനെ കാണാതായപ്പോ അവിടെ നിന്ന് ആ മനുഷ്യനെ അവിടെ നിന്ന് വീണ്ടും വെക്കുകയാ. അവിടെ നിന്ന് ഇരുട്ടാവുകയാ. അപ്പോഴാണ് അവിടെ നിന്നൊരു അശീരി കേൾക്കുന്നത്. എടാ മനുഷ്യ, ആ വിരുപ്പ് അവിടെ നിന്ന് വെക്കടാ, വില കൊഴിഞ്ഞ വസ്ത്രം അവിടെ നിന്ന് വെക്കടാ. എന്റെ ഹബീബത്തിന്റെ, എന്റെ സ്നേഹിതയുടെ, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ അനുസരിക്കുന്ന ഒരു വനിതയുടെ അവിടെ നിന്ന് ആ സാധനം അങ്ങെടുക്കയോ എടുക്കരുത് എന്ന് പറയാണ്. ആ മനുഷ്യൻ ഭയപ്പെട്ടു, ഭയവിഹ്വലതനായി നടന്നു ഓടി എന്നുള്ളതാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവിടെ നിന്നതാ വീണ്ടും അവിടെ നിന്ന് പറയുകയാ, പടച്ച റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്. ആരാണ് റബ്ബെന്ന് നാം ഓർക്കുമ്പോ, ആരാണ് റബ്ബെന്ന് നാം മനസ്സിലാക്കുമ്പോ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. അവിടെ നിന്ന് സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്ത് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഈ ഭൂമുഖത്തിൽ നൊന്തി നടക്കുന്നൊരു ജീവിയുമില്ല. ഈ ഭൂമുഖത്തുള്ള ഒരൊറ്റ ജീവിയുമില്ല. ഈ ഭൂമുഖത്തുള്ള ആരുമില്ല. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, പടച്ച റബ്ബിന്റെ ഭക്ഷണത്തെ രുചിക്കാത്ത, അള്ളാഹുവിന്റെ റിസ്കിന്റെ പടച്ച റബ്ബ് നമുക്ക് തന്ന മുതലിന്റെ സുഖത്തിലൂടെ കഴിയാത്തൊരാളുമില്ല. ഞാനൊന്നാലോചിക്കും മനുഷ്യ, നമ്മളൊന്നാലോചിക്കും മനുഷ്യ. നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹത്തെ കുറിച്ചൊന്നാലോചിക്ക, നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചൊന്നാലോചിക്ക, നമ്മുടെ അനുഗ്രഹത്തെ കുറിച്ചൊന്നാലോചിക്ക. ഭക്ഷണത്തെ കുറിച്ചൊന്നാലോചിക്കുമ്പോ ഭക്ഷണം വ്യത്യസ്തമാണ്. ഓരോ നാട്ടിലെയും ആളുകൾ വ്യത്യസ്തമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആഫ്രിക്കക്കാരന്റെ ഭക്ഷണമല്ല ഇന്ത്യക്കാരൻ്റെത്, തമിഴന്റെ ഭക്ഷണമല്ല കേരളക്കാരൻ്റെത്, കാസർഗോഡിന്റെ അങ്ങേ തലത്തുള്ള കാഞ്ഞങ്ങാടിന്റെ ഭക്ഷണമല്ല ഇങ്ങേ തലത്തുള്ള മഞ്ചേശ്വരത്തിൻ്റെത്. ഭക്ഷണം വ്യത്യസ്തമാണ്. അത് പടച്ച റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്തമായാണ്. അള്ളാഹുവിൻ്റെതാ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹുവിന്റെ റിസ്ഖ് ഇല്ലാത്ത ഒരു മനുഷ്യനും അവിടെ നിന്ന്, അവന്റെ റിസ്ഖ് ഇല്ലാതെ ഒരു മനുഷ്യനും അവിടെ നിന്ന് പോകാൻ പറ്റൂല. എല്ലാവരും അള്ളാഹുവിന്റെ റിസ്ഖിൽ ആഘോഷിക്കുന്നവരാണ്, അവന്റെ റിസ്ഖിൽ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാൻ പറ്റുന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രമതാ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അതാ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് ഭാര്യയും കൂട്ടിയതാ അവിടെ നിന്ന് പോവുകയാണ്.
ദൂരെ ദിക്കിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോയി അവസാനം ഒരു വഴിയുമില്ലാത്ത വിജനമായ പാതയിലേക്ക് അങ്ങനെ മൂസാ നബി എത്തുന്നു. ഏതെങ്കിലും ഒരു തലത്തിലുള്ള വഴിയോരങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന ചിന്തയിലൂടെ അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം പോവുകയാ. അങ്ങനെ ദൂരെ ദിക്കിൽ നിന്ന് അവിടെ നിന്നതാ ഒരു ചെറിയ വെളിച്ചം അവിടെ നിന്ന് കാണുകയാ. ഒരു നെറും അവിടെ നിന്ന് കാണുകയാ. ഒരു ഉറുങ്ങ് വെളിച്ചം അവിടെ നിന്ന് കാണുകയാ. അങ്ങനെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോ അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ നിൽക്ക് നിങ്ങള്, അവിടെ എന്തോ കാണുന്നുണ്ട്, ഞാൻ പോയി വരാ. ഒരു പക്ഷേ വെളിച്ചമായിരിക്കാം, വെളിച്ചമാണെങ്കിൽ ഞാനത് കൊണ്ടുവരാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുകൾ ജീവിക്കുന്ന താമസിക്കുന്ന ഏരിയ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടത്തേക്ക് നമുക്ക് പോകാമല്ലോ, വഴി അങ്ങോട്ട് തിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയാ. അവിടെ നിന്ന് കണ്ട വെളിച്ചത്തിലേക്ക് അങ്ങ് പോവുകയാ. അവിടെ നിന്ന് അങ്ങനെ പോയി ഒരിടക്കും എത്താത്ത രീതിയിൽ വിജനമായ വഴിയിലൂടെ അങ്ങനെ പോവുകയാ. അങ്ങനെ സഞ്ചരിക്കുകയാ. അങ്ങനെ അപ്പുറത്തിലൂടെ അങ്ങനെ എത്തുകയാ. അങ്ങനെ എത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം കുറെ ഇപ്പുറത്ത് അങ്ങനെ ആവുകയാ. ഭാര്യയോട് കുറെ ദൂരമാവുകയാ. അവിടെ നിന്ന് സ്ഥലത്തേക്ക് എത്തുന്നില്ല. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ഒരു മലയുടെ ചുവട്ടിലേക്ക് അങ്ങനെ എത്തുകയാ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഒരു മല അങ്ങ് എത്തിയപ്പോ അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം മലയിലേക്ക് അങ്ങനെ കാല് വെക്കുമ്പോ അതാ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. യാ മൂസാ, യാ മൂസാ, ഓ മൂസാ നബിയേ, ഇന്നി അന റബ്ബുക്, ഇത് നിന്റെ റബ്ബാണ് മൂസാ. ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ അഖില ലോകത്തുള്ള സകല വസ്തുവിനെയും സൃഷ്ടിച്ച, ആ ലോകത്തുള്ള സകല വസ്തുവിനും കാരുണ്യം ചൊരിഞ്ഞ പടച്ച റബ്ബുണ്ടല്ലോ, ആ വസ്തുവിനൊക്കെയും അനുഗ്രഹം ചൊരിഞ്ഞ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ചെരുപ്പങ്ങ് മാറ്റി വെക്കുക. പരിശുദ്ധമായ വാദിൽ മുഖദ്ദസിലാണ്, അവിടുത്തെ വ്യത്യസ്തമായ പരിശുദ്ധമായ മലഞ്ചെരുവിലാണ് എന്ന് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാ. അങ്ങനെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം അങ്ങനെ പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്ത ഭയം വന്നു. ഫസ്തമിഅ ലിമാ യൂഹാ, അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് വഹി വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് വഹി വരികയാണ്. അങ്ങനെ വഹി വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചിന്ത തഅല്ലഖ ഖൽബുഹു ബിഅഹ്വാലി അഹ്ലിഹി, തന്റെ കുടുംബത്തിലേക്ക് നല്ല ചിന്ത പോയി. തന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. തന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തുപോയി. തന്റെ ഇണകളെ കുറിച്ച് ഓർത്തുപോയി. അറിയാത്ത മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചു പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാ. എന്താ പറഞ്ഞതെന്ന് അറിയോ? ഫഅമറ തആല അയ്യുദ്രിബ ബിഅസാഹു അലാ സഖറത്തിൻ, ഒരു പാറയുടെ മേൽ അവിടെ നടിക്കാൻ വേണ്ടി പറയാ. അങ്ങനെ പാറ അങ്ങടിക്കുകയാ. അതിൽ നിന്ന് പാറ അങ്ങടിച്ചപ്പോ അതിൽ നിന്ന് മറ്റൊരു പാറ വരികയാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാ, വീണ്ടും അടിക്കടോ, വീണ്ടും അടിക്കടോ. അങ്ങനെ വീണ്ടും അവിടെ നടിക്കുകയാ. മൂന്നാമതും പറയുകയാ. അവിടെ നിന്ന് മൂന്നാമതും അങ്ങനെ അവിടെ നടിക്കുകയാ. മൂന്നാമതും വരുന്നൊരു പാറ വരികയാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു പാറ വരികയാ. അവസാനം മൂസാ നബി അലൈഹിസ്സലാം അവിടെ നടിച്ചപ്പോ അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭാര്യമാരെയാണ് ചിന്തിച്ചത്. തന്റെ ഭാര്യയുടെ റിസ്ഖിനെയാണ് ഓർത്തത്. ആരുമില്ലാത്താകുമ്പോ എന്റെ ഭാര്യക്കും ഒന്നുമില്ലാത്താകുമോ, പട്ടിണിയാകുമോ എന്നാ ചിന്തിച്ചത്. അങ്ങനെ അവസാനത്തെ അടി അങ്ങ് കൊടുത്തപ്പോ അവിടെ നിന്നതാ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കാണുകയാ. അവിടെ നിന്ന് എന്താ കണ്ടതെന്നറിയോ പ്രിയമുള്ള വാപ്പാ? അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോ അവിടെ നിന്നതാ ആ പാറന്റെ ഉള്ളിൽ ഒരു പുഴുവുണ്ട്. ആ പുഴുവിന്റെ അതരത്തിൽ എന്തോ, ആ പുഴുവിന്റെ അതരത്തിൽ ഒരു ചെറിയ എന്തോ ഒരു ഭക്ഷണ സാധനം അത് കഴിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് ആ പുഴു എന്നിട്ട് പറയുന്നുണ്ട്, സുബ്ഹാന മയ്യറാനി, എന്നെ കാണുന്ന റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. എന്നെ കാണുന്ന റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ അങ്ങ് വാഴ്ത്തുകയാ. വയസ്മഉ കലാമി, എന്റെ വാക്ക് കേൾക്കുന്ന റബ്ബുണ്ടല്ലോ, എന്റെ വാക്ക് കേൾക്കുന്ന പടച്ചവനുണ്ടല്ലോ, ആ റബ്ബിനെ ഞാൻ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. വയരിഫു മക്കാനി, പാറയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പുഴുവിന് ഭക്ഷണം കൊടുത്ത റബ്ബ്, ആ പാറയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുഴുവുണ്ടെന്നറിഞ്ഞ പടച്ച റബ്ബുണ്ടല്ലോ, ഞാനുണ്ടെന്നറിഞ്ഞ റബ്ബുണ്ടല്ലോ. വയരിഫു മക്കാനി, എന്റെ സ്ഥലം അറിഞ്ഞ റബ്ബുണ്ടല്ലോ. വയദ്കുറുനി, എന്നെ സ്മരിച്ച അല്ലാഹുണ്ടല്ലോ. വലാ യൻസാനി,
എന്നെ മറക്കാത്ത റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ, എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ള യുവാക്കളെ, എൻ്റെ പ്രിയമുള്ള വാപ്പമാരെ, ആരാണ് അല്ലാഹു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിക ശോഭയുള്ളത്. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈമാനിക ശോഭ വരുന്നത്. ആദ്യമായി ഞാൻ പറഞ്ഞു വെച്ചൊരു ഹദീസ് ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ആരാണ് ഈമാനിക ശുദ്ധി ആസ്വദിച്ചവരെന്നറിയുമോ? ആരാണ് ഈമാനികമായ സുഖം ആസ്വദിച്ചെന്നറിയുമോ? അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയാ, സലാസും മൻ കുന്ന ഫീഹി, ഒരു മനുഷ്യന്റെ മനസ്സിൽ 3 കാര്യങ്ങളുണ്ടോ? ഈ 3 കാര്യങ്ങളെ കൃത്യമായി പറയൽ ഇവിടെ സമയമില്ല. ഒന്ന് പറയുമ്പോഴേ നമ്മുടെ സമയം അവസാനിക്കാറായി. അവിടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയാ, സലാസും മൻ കുന്ന ഫീഹി, ഒരു മനുഷ്യന് 3 കാര്യങ്ങളുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, ആ മനുഷ്യന് ഈമാനിന്റെ സൗന്ദര്യമെത്തി, ആ മനുഷ്യന് ഈമാനിന്റെ ശോഭയെത്തി, ആ മനുഷ്യന് ഈമാനിന്റെ പ്രശോഭിതം മനസ്സിന്റെ ഗതാരങ്ങളിൽ ഉണ്ടായി. അവിടെ നിന്ന് പറയുകയാണ്, ഒന്നാമത്തത് എന്തെന്നറിയുമോ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ആരാണ് ഈമാനിക ശോഭ ഉണ്ടായതെന്നറിയോ? ആരാണ് മുഅ്മിനെന്നറിയോ? പള്ളിക്ക് വരുന്ന വാപ്പാ, നീ കേവലം മുഅ്മിനായിട്ടുണ്ടോ? തസ്ബീഹിന്റെ ജപമാല കറക്കിക്കൊണ്ടിരിക്കുന്ന വാപ്പാ, നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈമാനിന്റെ രുചി നുകരാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയാ, ആരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും മറ്റു വസ്തുവിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? അങ്ങനെ ഇഷ്ടപ്പെടുന്നവന് ഈമാനിന്റെ രുചിയുണ്ടെന്ന് അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് റബ്ബിനെ കുറിച്ച് നാം ഓർക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ടാമത് എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും അവന് ഈമാനിന്റെ രുചി നുകർന്നവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇതൊക്കെയും വിശദീകരിച്ച് പറയേണ്ട ഭാഗങ്ങളാണ്. ഒരു മനുഷ്യന് അവൻ കുഫറിലേക്ക് മടങ്ങലുണ്ടല്ലോ, അവൻ കാഫിറായി മാറലുണ്ടല്ലോ, അവൻ സത്യനിഷേധത്തിലേക്ക് മടങ്ങല് എന്തിനേക്കാൾ, തീയിലേക്ക് എറിയുന്നതിനേക്കാൾ ഭാരമാണെന്ന് മനസ്സിലാക്കൽ, അത്രമേൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കൽ. ഇതൊരു വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പിന്നീട് ഇത് വിശദീകരിച്ച് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനിന്റെ ശോഭ ഒരു മനുഷ്യന് വരുന്നത് ആ മനസ്സിന്റെ ഉള്ളിൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കുമ്പോഴാണ്. അവിടെ അബൂ ദർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവിടെ എന്നോട് ചോദിച്ചു, യാ അബാ ദർ, അല്ല അബൂ ദർ, അതദിരി ഐന തദ്ഹബു ആദിഹി ശംസ്, അല്ല അബൂ ദർ, നിനക്കറിയുമോ അബൂ ദർ, ഈ സൂര്യൻ രാവിലെ ഉദിച്ചുയരുന്ന സൂര്യൻ എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ? ഖുൽതു, അവിടെ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയേ, അല്ലാഹുവിനെ മാത്രമേ അറിയൂ. അങ്ങനെ പറഞ്ഞപ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഫഇന്നഹാ തദ്ഹബു ഫതസ്ജുദു തഹ്തൽ അർശ്, സൂര്യന് സുജൂദ് ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള വാപ്പാ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, പരിശുദ്ധമായ റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. പവിത്രമാകുന്ന ശഅബാനിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഫഇന്നഹാ തദ്ഹബു ഫതസ്ജുദു തഹ്തൽ അർശ്, സൂര്യന് പോകുന്നുണ്ട്, അത് സുജൂദ് ചെയ്യുന്നുണ്ട്, അത് റബ്ബിനെ അനുസരിക്കുന്നുണ്ട്, അത് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് വിടുന്നത്. അല്ലാഹു
അള്ളാഹുവിന്റെ അവിടെ നിന്നതാ പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യന് 24 മണിക്കൂർ ഉണ്ടാകുമ്പോ 1440 മിനിറ്റ് ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോ എനിക്കും നിങ്ങൾക്കും റബ്ബ് തന്നിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബിന് വേണ്ടി ഏറ്റവും കൂടിയാൽ ഒരു 40 മിനിറ്റെങ്കിലും മാറ്റിവെക്കാനുള്ള മനസ്സില്ലാത്ത യുവാവേ, ഒന്ന് ആലോചിക്കണം യുവാവേ. അത് മാറ്റിവെക്കാൻ മനസ്സില്ലാത്ത ഏതെങ്കിലും ഒരു പീഡികത്തിണ്ണയിലോ അല്ലെങ്കിൽ കടഷട്ടറിന്റെ പിന്നിലോ ഇരിക്കുന്ന വാപ്പാ, ഇരിക്കുന്ന യുവാവേ, അല്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ, നാം ആലോചിക്കേണ്ടതാണ്. കേവലം ചന്ദ്രനും സൂര്യനും റബ്ബിനെ ആരാധിക്കുന്നുണ്ട്, മൃഗങ്ങൾ റബ്ബിനെ സുജൂദ് ചെയ്യുന്നുണ്ട്, സസ്യലതാദികൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്, എല്ലാ മൃഗങ്ങളും പടച്ച റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ വരെ സൂര്യൻ ഉദിക്കുവോളം അവിടെ നിന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യനാ, 10 മണി വരെ കിടന്നുറങ്ങുന്ന മനുഷ്യനാ. നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എടാ മോനെ, നീ ഒരു ദിവസം എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് നിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ അടുത്ത് പോ. അത് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. അതിന് ബുദ്ധിയില്ല, അതിന് വിവേകമില്ല, അത് കേവലം ബുദ്ധിയുള്ളതല്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്, മസ്തിഷ്കമുള്ള മനുഷ്യന്, ഹൃദയമുള്ള മനുഷ്യനാ, എല്ലാം ചിന്തിക്കാൻ, സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള വഴിയുള്ള മനുഷ്യനാ, ധർമ്മവും അധർമ്മവും മനസ്സിലാക്കാൻ വകതിരിവുള്ള മനുഷ്യനാ. ആ മനുഷ്യന് 10 മണി വരെ കിടന്നിറങ്ങുകയാ. ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, സുബ്ഹില്ല. ഏതെങ്കിലും ഒരു കല്യാണം വരുമ്പോ നിസ്കാരമില്ല. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ, ഏതെങ്കിലും ഒരു നാട്ടിലേക്കോ അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോ അസറില്ല, അതല്ലെങ്കിൽ ളുഹറില്ല, ഒന്നെങ്കിലും മഗ്രിബില്ല, അതുമല്ലെങ്കിൽ നഷ്ടത്തിലാണ്. ഏതെങ്കിലും ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തലാണ് സ്ഥിരമായിട്ടുള്ളത്. ഏതുവരെ ഏറ്റവും നല്ല ദിവസമാകുന്ന കല്യാണ ദിവസം പോലും താൻ ഓരോ ആളുകളും മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഒരു തലത്തിലും നിൽക്കാത്ത നിസ്കാരം ഒഴിവാക്കുമ്പോ ജീവിതത്തിൽ ഏറ്റവും നല്ല സുന്ദര നിമിഷം പോലും വേണ്ടാത്ത തരത്തിലേക്ക് പോകുമ്പോ എൻ്റെ മുഅ്മിനെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാ, റബ്ബിനെ അനുസരിക്കേണ്ട കാര്യമാ. അതുകൊണ്ട് എല്ലാവരും റബ്ബിനനുസരിക്കുന്നുണ്ട്, എല്ലാവരും റബ്ബിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. നീ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യ? നമ്മുടെ ശരീരത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? 490 കിലോമീറ്റർ രക്തക്കുഴലാണ് നമ്മുടെ മസ്തിഷ്കത്തിലുള്ളത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 490 കിലോമീറ്റർ രക്തക്കുഴലാണ് നമുക്കുള്ളത്. അവസാനിക്കുന്നില്ല. ഒരു മസ്തിഷ്ക സെല്ലിന്റെ അതിന്റെ കപ്പാസിറ്റി എത്ര എന്നറിയുമോ? ഒരു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 5 ഇരട്ടി വിവരം അവിടെ നിന്ന് ശേഖരിക്കാവുന്ന തലത്തിലുള്ള വിവരവിജ്ഞാന കോശത്തിന്റെ ആ 5 ഇരട്ടി വിവരം ശേഖരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവിടെ നിന്ന് കപ്പാസിറ്റി നമ്മുടെ തലക്കുണ്ട്, നമ്മുടെ മെമ്മറിക്കുണ്ട്. നാം എത്ര പടച്ച റബ്ബിന്റെ അനുഗ്രഹമുള്ളവരാണ്. അവസാനിക്കുന്നില്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനിക്കുന്നില്ല. ഒരു നിമിഷം, ഒരു മിനിറ്റിൽ ഒരു മനുഷ്യന്റെ ഹൃദയം 70 തവണ അവിടെ നിന്ന് മിടിച്ചുകൊണ്ടേയിരിക്കുകയാ. അങ്ങനെ ഒരു മനുഷ്യൻ ആലോചിക്കേണ്ടത്, ഒരു ദിവസം 1,00,000 തവണ അതാ ഒരു മനുഷ്യനതാ ഒരു ദിവസം 75 ട്രില്യൺ കോശങ്ങളിലേക്ക് രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ്. ഇതൊക്കെയും അവസാനിക്കുന്നില്ല, അതൊന്നും അവസാനിക്കുന്നില്ല. ഒരു 100 കിലോഗ്രാം ഉള്ള ഒരു മനുഷ്യനെന്ന് ചിന്തിക്കുക. ആ മനുഷ്യന് നിവർന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ, അവന് നിവർന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചെറിയൊരു ഒരു ദ്രാവകം വേണം. ആ ദ്രാവകം നമുക്കിട്ട് തന്നവന്റെ പേരെന്താണ്? അവനാണ് മനുഷ്യ റബ്ബ്. അതുകൊണ്ട് റബ്ബിനെ അനുസരിക്കുക, റബ്ബിലേക്ക് ഓട്, പടച്ച റബ്ബിലേക്ക് അടുക്കുക. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയോ? അവിടെ നിന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയാ, കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാ. അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഇബാദത്ത് ചെയ്യാ, അവിടെ നിന്ന് തണ്ടങ്കാൽ പൊട്ടുവോളം ഇബാദത്ത് ചെയ്യുകയാ, അവിടെ നിന്ന് ഇർക്കോളം ഇബാദത്ത് ചെയ്യുകയാ. ഫഖുൽതു ലഹു, അവിടെ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു നബി തങ്ങളോട് ചോദിച്ചു കേട്ടോ. എന്താണ് ചോദിച്ചതെന്നറിയോ? ലിമാ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ല റസൂലേ, അല്ല റസൂലേ, അങ്ങ് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്?
അങ്ങെന്തിനാണ് ഇത്രയും ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഇത്രയും വിഷമങ്ങൾ സഹിച്ച് ഇബാദത്ത് ചെയ്യുന്നത്? എൻ്റെ വാപ്പ നമ്മൾ കേട്ടോ, ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിനും തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഉമ്മ ഇത് കേട്ടോ, എൻ്റെ സഹോദരിയെ ഇത് കേട്ടോ, എൻ്റെ യുവാക്കളെ ഇത് കേട്ടോ. അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. പടച്ച റബ്ബ് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ പറയാണ് റളിയല്ലാഹു അൻഹാ, അല്ല നബിയേ, അങ്ങേക്ക് അല്ലാഹു പുറത്തു തന്നില്ല നബിയേ, എല്ലാ ദോഷങ്ങളും പുറത്തു തന്നില്ല നബിയേ, ചെറുതും വലുതുമായ ചെയ്യാൻ പോകുന്നതും ചെയ്യാൻ വരുന്നതുമായ ചെയ്തതുമായ സർവ്വദോഷങ്ങളും പടച്ച റബ്ബ് പുറത്തില്ല നബിയേ എന്നവിടെന്ന് പറഞ്ഞപ്പോ അവിടെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുന്ന വാക്കെന്താ? അഫലാ ഉഹിബ്ബു അൻ നകൂന അബദൻ ശകൂറാ. അവിടെ അല്ലാഹുവിൻ്റെ റസൂല് പറയാ, ഈ വാക്ക് കേട്ടോ യുവാവേ, ഈ വാക്ക് കേട്ടോ യുവാക്കളെ, ഈ വാക്ക് കേട്ടോ എൻ്റെ പ്രിയമുള്ള വാപ്പ. ജീവിതത്തിന്റെ ഇന്നലകളിൽ രാത്രിയുടെ യാമങ്ങളിൽ ചെയ്തു കൂട്ടിയ തിന്മകൾ എത്രയാ, എത്ര തെറ്റുകളാ ഞാൻ നിങ്ങളും ചെയ്തു കൂട്ടിയത്. അവിടെ അല്ലാഹുവിൻ്റെ റസൂല് പറയാ, അഫലാ ഉഹിബ്ബു അൻ നകൂന അബദൻ ശകൂറാ. അല്ല ആയിഷ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന നന്ദി ചെയ്യുന്ന ഒരടിമയാകല്ലേ, ഇഷ്ടപ്പെടുന്നില്ലയോ ആയിഷ എന്നവിടെ അല്ലാഹുവിൻ്റെ റസൂലിനോട് പത്നി ആയിഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓടണം പടച്ച റബ്ബിലേക്ക്, പോകണം അല്ലാഹുവിലേക്ക്. വസാരിഉ ഇലാ മഗ്ഫിറത്തി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതാ, നിങ്ങൾ പോകേണ്ടതാ. നിങ്ങളൊരു ഉദാഹരണം ഒരുമിച്ച് നോക്കുക. ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക, ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അവൻ തെറ്റ് ചെയ്തവനാണ്, ഒരു സാങ്കല്പികമായ ഒരു ഉദാഹരണമാണ്. അവൻ ഒരുപാട് തെറ്റു ചെയ്തവനാണ്, അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവൻ മാത്രമാണ്. ജീവിതത്തിന്റെ ഇന്നലകളിൽ നന്മയുടെ ഒരു നാമ്പ് പോലുമില്ല. അധാർമികതയുടെ, അശ്ലീലതയുടെ, ആഭാസത്തിന്റെ, അരുതായ്മയുടെ വഴിയോരങ്ങളിലൂടെ ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനൊരു വാപ്പന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. ആ വാപ്പന്റെ അടുക്കലേക്ക് പോയിട്ട് ആ മനുഷ്യന് പറയുന്നുണ്ട്, എനിക്കൊന്ന് പുറത്തു തരോ, എന്നെ ഒന്ന് വീട്ടിലേക്ക് കയറ്റോന്ന്. ആ വാപ്പ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, നീ സമൂഹത്തിന് അപമാനമാ, നീ സമൂഹത്തിന് അപമാനമാ, നീ ലോകത്തിന് അപമാനമാ, നീ ഉമ്മത്തിന് അപമാനമാ, നീ സമൂഹത്തിന്റെ നശീകരണത്തിന്റെ വാക്താവാ എന്നവിടെ നിന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ആ മനുഷ്യനെ വീണ്ടും അദ്ദേഹത്തിന്റെ മകന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഇതൊരു സാങ്കല്പികമായി ഞാൻ പറയുന്നതാണ്. ഇതോരോ മനുഷ്യനെന്ന് മറക്കുക. തന്റെ മകന്റെ അടുക്കലേക്ക് പോകുമ്പോ അവിടെ നിന്ന് തന്റെ മകന്റെ അടുക്കലേക്ക് എത്തുമ്പോ അവിടെ നിന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, അവിടെ നിന്ന് ആ മകന് പറയുകയാ, സ്വന്തം ഉപ്പയോട്, തന്നെ വലുതാവുവോളം പോറ്റി വളർത്തിയ തന്റെ ഉപ്പയോട് പറയാ, നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഈ ഭാഗത്തേക്ക് അടുക്കണ്ട, നിങ്ങളെ മുഖം കാണൽ തന്നെ നാണമാണെന്ന് പറയാ. അവസാനം ആരുമില്ലാത്ത പോകുമ്പോ പെറ്റ ഉമ്മയുടെ അടുക്കലേക്ക് പോവുകയാ. ഉമ്മയും അങ്ങനെ ഓടിക്കുകയാ. ആരുമില്ലാത്തൊരവസ്ഥ വരികയാ. ഒന്നുമില്ലാത്തൊരവസ്ഥ വരുമ്പോ ഒരു യുവാവിന്, ഒരു വാപ്പയ്ക്ക് അവസാനം താൻ ചേർത്ത് വെക്കുന്ന തന്റെ ഭാര്യയുടെ പത്നിയുടെ അടുക്കലേക്ക് വരികയാ. അങ്ങനെ വന്നിട്ട് തന്റെ ഭാര്യയും അവിടെ നിന്ന് അവഹേളിക്കുകയാ. നാട്ടിൽ മുഴുവനും കള്ളു കുടിച്ച് നടക്കുന്നവനാണ് നീ, നാട്ടിൽ മുഴുവനും അനാചാരത്തിന്റെ വഴിയിലൂടെ ജീവിക്കുന്നവളാണ് നീ, ജീവിക്കുന്നവനാണ് നീ, വേണ്ടാത്തരം മാത്രം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇവിടക്കും എൻട്രൻസ് ഇല്ല, ഇവിടെ നിന്ന് അവിടെ നിന്ന് പോകൂ എന്ന് പറയുകയാ. ആ മനുഷ്യൻ വിജനമായ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാ. വിജനമായ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ വിളി വരാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു. ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ വിജനമായ വഴിയിലൂടെ പോകുമ്പോ തന്റെ ഉപ്പ അകറ്റിയവനെ, തന്റെ മകൻ അകറ്റിയവനെ, തന്റെ ഭാര്യ ചവിട്ടി പുറത്താക്കിയവനെ, തന്റെ ഉമ്മ പോലും അടുപ്പിക്കാത്തവനതാ അവിടെ നിന്ന് വഴിയോരങ്ങളിലേക്ക് എത്തുകയാ. അങ്ങനെ വചനമായ വഴിയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നതാ പടച്ച റബ്ബിനോട് ദുആ ചെയ്യാ. അപ്പോൾ റബ്ബ് അവിടെ നിന്ന് പറയുന്നത് എന്തെന്നറിയുമോ? അവിടെ നിന്ന് അല്ലാഹു, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? ഇത് കേവലം വാക്കല്ല. അവിടെ നിന്ന് റബ്ബ് അവിടെ നിന്ന് പറയുകയാ, ഖുൽ നബിയേ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അരുതായ്മ ചെയ്ത വാപ്പമാരോട്, അരുതായ്മ ചെയ്തവരോട്, അനാചാരത്തിന്റെയും അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും അരുതായ്മയുടെയും വേണ്ടാത്തരത്തിന്റെയും വഴിയോരങ്ങളിലൂടെ ജീവിച്ച വാപ്പ, അല്ല യുവാവേ, അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ
അസ്റഫു അലാ അൻഫുസിഹിം. നീ പേടിക്കണ്ടടോ, നീ ഭയപ്പെടണ്ടടോ, നീ ഓടണ്ടടോ, നീ ആരിൽ നിന്നും അകറ്റപ്പെടേണ്ടവണ്ടടോ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാകരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാകരുത്. അവന്റെ റഹ്മത്ത് വലുതാ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവൻ ഒരുപാട് പുറത്തു തരുന്നവനാ. അവൻ ഒരുപാട് പുറത്തു തരുന്നവനാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ പുറത്തു തരുന്നവനാണ് പ്രിയമുള്ളവരെ. അവൻ കാരുണ്യവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. ഒരു ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഒരു മനുഷ്യനുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ബസ്രയുടെ പ്രാന്തപ്രദേശത്തിന്റെ വഴിയോരങ്ങളിലൂടെ മദ്യചശകവുമേന്തി നടന്നിരുന്ന ശഹ്വാന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ഇത് കേവലം ഒരു പെണ്ണല്ല, ഒരു വേശ്യയായിരുന്നു. ഏറ്റവും വലിയ ആഭാസത്തിന്റെ വഴിയിലൂടെ ജീവിച്ച ആ ശഹ്വാന എന്ന് പറയുന്ന പെണ്ണതാ അവിടെ നിന്ന് അനാചാരത്തിന്റെ, അശ്ലീലതയുടെ, ആഭാസത്തിന്റെ മൂർത്തിഭാവം മുഴുവനും സമാഹരിച്ച ആ പെണ്ണ് അതാ പ്രിയമുള്ള നമ്മുടെ സയ്യിദ് അവറുകൾ കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഭക്തി നിർബലമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ അവർക്കൾക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം ഞാൻ പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ തങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ ശഹ്വാന എന്ന് പറയുന്ന പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തവളായിരുന്നു, അരുതായ്മ ചെയ്തവളായിരുന്നു, വേണ്ടാത്തത് ചെയ്തവളായിരുന്നു. ആ ശഹ്വാന എന്ന പെണ്ണതാ ആ വഴിയോരങ്ങളിലൂടെ ബസറയുടെ പ്രാന്തപ്രദേശത്തിലൂടെ മദ്യചശകവുമേന്തി നടന്ന ശഹ്വാന എന്ന പെണ്ണ് അങ്ങനെ വിടുന്നതാ. ആ വഴിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തിരുന്നു കൊണ്ട് ഒരാൾ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ട്, ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു സൂഫി വര്യനായ വലിയ പണ്ഡിതൻ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ശഹ്വാന വഴിയിലൂടെ പോകുന്നു. തൻ്റെ പരിവാരങ്ങളൊക്കെയുണ്ട്, ഒപ്പം ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയും ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ ശഹ്വാന അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് പോയി നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ശഹ്വാനയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ അയക്കുന്നു, അയാൾ തിരിച്ചു വരുന്നില്ല. വീണ്ടും ഒരാൾ അയക്കുന്നു, അയാളും തിരിച്ചു വരുന്നില്ല. വീണ്ടും ഒരാൾ അയക്കുന്നു, അയാളും തിരിച്ചു വരുന്നില്ല. അവസാനം സാക്ഷാൽ ശഹ്വാന എന്ന പെണ്ണതാ എന്താണെന്ന് നോക്കാൻ പോവുകയാ. ശഹ്വാന കേവലം ഒരു വനിതയല്ല, ഏറ്റവും വലിയ അശ്ലീലതയുടെ ഉപാസകയായിരുന്നു. ബസറയുടെ പ്രാന്തപ്രദേശത്തില് മദ്യചശകവുമേന്തി നടന്നവളായിരുന്നു, വ്യഭിചാരിയായിരുന്നു, പക്കാവേശ്യയായിരുന്നു. ആ ശഹ്വാന എങ്ങനെ അതിലൂടെ പോകുമ്പോ ആ വഴിയോരങ്ങളിലൂടെ പോയി എന്താണ് സംഭവമെന്ന് നോക്കുമ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയാ, റബ്ബിനെ കുറിച്ച് പറയാ, റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാ. ഇത് പറഞ്ഞ ആളുകളൊക്കെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാ. അങ്ങനെ അവസാനം ശഹ്വാനയുടെ മനസ്സിലും വല്ലാത്ത മാറ്റം വന്നു. ശഹ്വാനയുടെ മനസ്സിലും വല്ലാത്ത വെമ്പൽ കൊണ്ടു, എനിക്കും നന്നാകണമെന്ന് വന്നു. അങ്ങനെ അവസാനം ശഹ്വാന എന്ന് പറയുന്ന പെണ്ണ് ആ മനുഷ്യനോട് ചോദിക്കുന്നു, ഞാൻ ചുരുക്കി പറയുകയാണ്, സയ്യിദ് ഉണ്ടാകുമ്പോൾ നീട്ടി പറയുന്നത് നല്ലതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കി പറയുകയാണ്. അവിടെ നിന്നതാ ആ മനുഷ്യന് ആ പണ്ഡിതനോട് ശഹ്വാന എന്ന് പറയുന്ന പെണ്ണ് പറയുന്നു, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോ, അങ്ങനെ പറഞ്ഞപ്പോ അവിടെ നിന്ന് പറയുകയാണ്, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും പ്രശ്നമില്ല, നിന്റെ തെറ്റ് എത്ര വലുതായാലും പ്രശ്നമില്ല, നീ തെറ്റ് ചെയ്തത് കടലിന്റെ ആഴികൾക്ക് തുല്യമായാലും പ്രശ്നമില്ല, നിനക്ക് റബ്ബ് പുറത്തു തരുമെന്ന് പറയുന്നു. അവസാനിക്കുന്നില്ല, വീണ്ടും ഭയത്തോടെ വീണ്ടും ചോദിക്കുന്നു, എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്ന് ചോദിക്കുമ്പോ
വീണ്ടും ആ പെണ്ണിനോട് ആ പണ്ഡിതനവിടുന്ന് പറയുകയാ, എടി പെണ്ണേ, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും പ്രശ്നമില്ല. എത്രയെന്നറിയുമോ? നിന്റെ തെറ്റ് കടലിൽ എത്രമേൽ പൂഴികളുണ്ടോ, മണലുകളുണ്ടോ, ആ മണലുകളേക്കാൾ തുല്യമായി തെറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന് ഭയം വിടുന്നില്ല, വിഹുലത വിടുന്നില്ല, ജീവിതത്തിൽ സുഹൃതങ്ങൾ ഉണ്ടായിരുന്നില്ല, ജീവിതത്തിന്റെ വഴിയോരങ്ങൾ നന്മയുടെ ഒരു ലഞ്ചന പോലും ഉണ്ടായിരുന്നില്ല, അരുതായ്മയുടെ വഴിയോരമായിരുന്നു, ആഭാസത്തിന്റെ ഉപാസകയായിരുന്നു. ആ ശഹ്വാന എന്ന പെണ്ണ് വീണ്ടും പറയാൻ, എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ശഹ്വാന എന്ന പെണ്ണിനോട് ആ പണ്ഡിതന് പറയുകയാണ്, ഈ ബസറയുടെ പ്രാന്തപ്രദേശത്ത് ആരൊക്കെയുണ്ടോ, ഈ ബസറയുടെ പ്രാന്തപ്രദേശത്ത് മദ്യചഷകവുമേന്തി നടക്കുന്ന സാക്ഷാൽ ശഹ്വാന എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണ് ചെയ്ത തെറ്റ് എത്രയോ, ആ പെണ്ണിന്റെ തിന്മ എത്രയോ, ആ പെണ്ണിന്റെ വൻദോഷം എത്രയോ, ആ പെണ്ണ് ചെയ്ത വൻദോഷങ്ങൾ എത്രയോ, അത്രമേൽ ദോഷങ്ങൾ ചെയ്താലും പടച്ച റബ്ബ് പുറത്തു തരുമെന്ന് പറയുമ്പോ കേട്ടത് ശഹ്വാനയായിരുന്നു. തത്സമയം അവിടെ നിന്ന് ബോധക്ഷയമായി വീഴുകയാ. ഈ പണ്ഡിതൻ അറിഞ്ഞിരുന്നില്ല ചോദിച്ചത് ശഹ്വാനയാണെന്ന്. അവസാനം വലിയ പണ്ഡിതയായി മാറി എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വസാരിഉ ഇലാ മഗ്ഫിറത്തി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ചലിക്കുക, റബ്ബിനെ അനുസരിക്കുക, അല്ലാഹുവിനെ അനുസരിക്കുക, പടച്ച റബ്ബിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക, നന്മയുടെ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുക, തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക, നന്മയുടെ ഇടങ്ങളെ കൃത്യമായി തേടുക. എൻ്റെ ഉമ്മമാരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾ കോളേജുകളിൽ പോകുന്നവരാണ്, നമ്മുടെ മക്കൾ കോളേജുകളിലെ വഴിയോരങ്ങളിലൂടെ പോകുന്നവരാണ്. അവർ വഴിതെറ്റുന്ന വഴികളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള വഴികളെ അന്വേഷിക്കുക. മക്കളെ കയറൂരി വിടുന്നത് പോലെ വഴി ഉണ്ടാക്കരുത്. ആരെങ്കിലും ഉപദേശിച്ചാൽ അവന് തന്ത വൈബ് എന്നുള്ള ഒരു പേരും കൊടുത്ത് അവൻ അവഗണിക്കരുത്. അതുകൊണ്ട് നന്മ നമുക്ക് ഉണ്ടാകണം, നന്മയുടെ വാക്താക്കളായി നാം മാറണം. അതുകൊണ്ട് എല്ലാ ആളുകളും സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ നമ്മുടെ നാടിനെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. പ്രത്യേകിച്ച് റമദാൻ മാസമാവുകയാണ്. പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് റബ്ബേ എന്ന വഴിയിലൂടെ ചോദിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊടുത്തേച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. അപ്പോൾ എല്ലാ ആളുകളും, ഇന്ന് നമ്മുടെ അവസാന ദിവസം കൂടിയാണ്, അപ്പോൾ എല്ലാ ആളുകളും സഹകരിക്കുക. ഇതിൽ നിന്ന് ബാക്കി വരുന്ന പണം കൊണ്ടാണ് നമ്മുടെ പള്ളി നിർമ്മാണത്തിലേക്കൊക്കെ എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ ആളുകളും സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി